ഈ പെണ്ണെ എന്താ പറഞ്ഞേ? ആരായി അഭിനവ്? പിന്നെ എന്താ സംഭവിച്ച റോഷ്നി? അയാൾ എന്നോട് പറഞ്ഞു അഭിനവിന്റെ ഫോട്ടോ എന്റെ ഫോണിൽ ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ. എന്താ കാരണം എന്നറിയില്ല, പക്ഷേ അയാൾ അഭിനവിന്റെ ഫോട്ടോ കണ്ടതും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കിയിട്ട് അയാൾ ചോദിച്ചു, ഈ മോതിരം? എനിക്ക് മനസ്സിലായില്ല ആ ഗാങ്സ്റ്റർ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നതെന്ന്. അയാൾ അപ്പൊ തന്നെ എന്നെ വെറുതെ വിട്ടു. അതിന്റെ കാരണം എന്താണെന്നും എനിക്ക് അറിയില്ല. എടാ മണ്ടന്മാരെ, ഇതെങ്ങാനും ടൈഗർ സാ പറഞ്ഞ എന്നെ നേരിട്ട് വന്ന് വെടിവെച്ച് കൊല്ലും. പെട്ടെന്ന് കെട്ടഴിക്കേ പെങ്ങളെ, വേഗം പൊക്കും. വാട്ട്? ഇതെങ്ങനെ പോസിബിൾ ആകും? അമ്മ, ആ പോക്കറ്റ് അടിക്കാരന്റെ പുറകെ ഓടാൻ പോലും പേടിച്ചു ഒരുത്തനെ ഈ അണ്ടർവേൾഡ് ഗ്യാങ്സ്റ്ററിനെയൊക്കെ എങ്ങനെയാ പരിചയം? മാത്രമല്ല അയാൾ എന്തിനാ അവന് ടൈഗർ എന്ന് വിളിച്ചത്? ഇവര് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ലല്ലോ. അവനിപ്പോ എവിടെയാ? അമ്മ, എന്റെ ഭർത്താവ് അഭിനവ് ഇത്രയും പവർഫുൾ ആണോ? അവൻ ഇത്രയും പവർഫുൾ ആണെങ്കിൽ പിന്നെന്തിനാ ഒരു അടിമയെ പോലെ നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ദൈവമേ, ഇട്ടം കേട്ടിട്ട് എനിക്ക് തല പിളരുന്നു. ശരിക്കും അഭിനവ് തന്നെയാണോ ടൈഗർ? എങ്കിൽ എന്തുകൊണ്ടാണ് അവൻ ഒരു പേടിത്തൊണ്ടനെ പോലെ അഭിനയിക്കുന്നത്? എന്തുകൊണ്ടാണ് അവൻ ആ കള്ളന്മാരുടെ പുറകെ പോവാത്തത്? മാത്രമല്ല ഗ്യാങ്സ്റ്റേഴ്സിനെ വരെ പേടിപ്പിക്കുന്ന അഭിനവ് എന്തുകൊണ്ടാണ് ഒരു അടിമയെ പോലെ ഭാര്യ വീട്ടിൽ വേലക്കാരിയുടെയും അമ്മായിയമ്മയുടെയും ഭാര്യയുടെയും വഴക്ക് കേട്ട് ജീവിക്കുന്നത്? ഒരു ഡെലിവറി ബോയായി അവൻ കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾ അനന്യയുടെ മനസ്സിലൂടെയും കടന്നുപോയി. അപ്പോൾ അവളുടെ അമ്മ ശാർമിള പറഞ്ഞു, അനന്യ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ജോലിക്ക് പോകാതെ വീട്ടിൽ ഈച്ച അടിച്ചിരിക്കുന്ന ഒരുത്തൻ, അവനെ ഒരു ഗാങ്സ്റ്റർ എങ്ങനെയാ പേടിക്കുന്നത്? പക്ഷെ ആ തലതെറിച്ചവൻ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇനി ഇതിനേക്കാൾ വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കണം. അനന്യ, വാ വീട്ടിൽ പോവാം. അവൻ വരുമ്പോൾ നല്ലത് രണ്ട് ചോദിക്കാനുണ്ട്. അനന്യയും അവളുടെ അമ്മയും വീട്ടിലെത്തി. എന്നാൽ അഭിനവ് അവിടെയും ഉണ്ടായിരുന്നില്ല. എവിടെ പോയി ചത്തു തൊലഞ്ഞോ എന്തോ. അന്ന് മുഴുവൻ അനന്യയുടെ ചിന്ത അതായിരുന്നു. അഭിനവിന്റെ രഹസ്യം എന്താണ്? അവൾ പലതവണ അഭിനവിനെ ഫോണിൽ വിളിച്ചു. പതുക്കെ പതുക്കെ അവൾക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങി. അഭിനവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ? അഭിനവ് ഇനി വല്ല ഗ്യാങ്സ്റ്ററോ ഡോണോ മറ്റോ ആണോ? പകൽ ഉണർന്നപ്പോൾ അഭിനവ് തിരിച്ചെത്തി എന്നറിഞ്ഞ അനന്യ അവനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഹലോ, ഇതെന്താ അഭിനവ്? നിങ്ങൾ കാർ എടുക്കുകയാണോ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ റോഷ്നി, നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. വിക്രമിന്റെ പാർട്ടിയിൽ വെച്ച് അഭിനവ് റോഷ്നിയെ കണ്ടിരുന്നു. അന്ന് അഭിനവ് അവളോട് സംസാരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ വെച്ച് അവൾ തുടർച്ചയായി അഭിനവിനെ നോക്കുന്നുണ്ടായിരുന്നു. അഭിനവ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒന്നും യഥാർത്ഥമല്ലെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ ചോദ്യം ഞാൻ നിങ്ങളോടാ ചോദിക്കണ്ടേ. നിങ്ങൾക്ക് എങ്ങനെ ഇവിടെ ഒരു കാർ വാങ്ങാൻ വരാൻ കഴിയും? നിങ്ങളൊരു ദരിദ്രനാണെന്നാണല്ലോ അനന്യ എന്നോട് പറഞ്ഞത്. അതെ, ഞാനൊരു പാവപ്പെട്ടവനാണ്. ഞാനിത് എന്റെ ബോസിന് വേണ്ടി വാങ്ങുകയായിരുന്നു. റോഷ്നി കുറച്ചുനേരം അവനെ നോക്കിയിട്ട് പറഞ്ഞു, നേരോ? നിങ്ങൾ കള്ളം പറയുമല്ലേ? ഞാൻ എന്തിനു നിങ്ങളോട് കള്ളം പറയണം? എനിക്കറിയില്ല. വേണ്ട, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ അനന്യയെ ഇങ്ങോട്ട് വിളിക്കാം. ദൂരെ നിന്നെങ്കിലും അവൾ നിങ്ങളെ കാറിൽ കാണുമ്പോൾ സന്തോഷിക്കും. വേണ്ട വേണ്ട, അവളെ എന്തിനാണ് ഇവിടേക്ക് വിളിക്കുന്നത്? അവളെ എന്തിനും ബുദ്ധിമുട്ടിക്കണം? റോഷ്നി പറ, റോഷ്നിക്ക് ഞാൻ എന്തെങ്കിലും സഹായം ചെയ്തു തരണം. നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരുമോ? എന്താ, നിങ്ങൾ എന്നെ ട്രീറ്റിന് കൊണ്ടുപോവില്ലേ? നോക്ക്, ഞാൻ നിങ്ങളുടെ ഭാര്യയുടെ കൂട്ടുകാരിയാണ്. നിങ്ങൾ എന്റെ ആവശ്യം തള്ളിക്കളയുമെന്ന് ഞാൻ കരുതുന്നില്ല. അഭിനവ് മറുപടി പറയുന്നതിന് മുൻപ് റോഷ്നി കാറിന്റെ വാതിൽ തുറന്ന് പാസഞ്ചർ സീറ്റിലിരുന്നു. അപ്പോഴേക്കും മാനേജർ രേഖകളുമായി വന്നു. അദ്ദേഹം രേഖകൾ അഭിനവിന് നൽകി. അഭിനവും ഡ്രൈവിംഗ് സീറ്റിലിരുന്നു. റോഷ്നി ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നാണ് വരുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. ഈ സാഹചര്യത്തിൽ അവൻ അവളെ വിക്രമിന്റെ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. വഴിയിലുടനീളം ചഹദ് അഭിനവിനെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. അവൾക്ക് തന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്ന് അഭിനവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. വിക്രമിന്റെ ഹോട്ടലിന്റെ താഴെ അഭിനവിന്റെ കാർ പാർക്ക് ചെയ്തു. ബിസിനസ്സിൽ ഈ വിക്രം ആരെ അനുസരിക്കില്ല, മനസ്സിലായോ? ശരി, ഞാൻ നിങ്ങളെ പിന്നെ വിളിക്കാം ടൈഗർ. അഭിനവിന്റെ ഫോൺ റിങ് ചെയ്തു. അത് വിക്രമിന്റെ കോളാണെന്ന് അവൻ കണ്ടു. വിക്രം? ഹലോ ടൈഗർ, എന്തു പറ്റി? എന്റെ ഓഫീസിന് താഴെ നിങ്ങളുടെ കാർ വരുന്നത് ഞാൻ കണ്ടു. എല്ലാം ഓക്കെ അല്ലേ? യെസ് യെസ്, സത്യത്തിൽ ഞാൻ ഹോട്ടലിൽ ഒരാളുമായി ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അത് ഞാൻ കണ്ടു. നിങ്ങളൊരു കാര്യം ചെയ്യ്, ആദ്യം എന്റെ ഓഫീസിലേക്ക് വരൂ. ഞാൻ എന്റെ VIP കാർഡ് തരാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും VIP പരിഗണന ലഭിക്കും. എന്തുപറ്റി? നമുക്ക് പോവാം. റോഷ്നി, ഇവിടെ നിൽക്കൂ. എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാനത് തീർത്തിട്ട് വരാം. റോഷ്നി അവൻ പോകുന്നത് നോക്കി നിന്നു.
അത് വിക്രമിന്റെ ഓഫീസാണെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു. എന്നാൽ അഭിനവ് അവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്തിനാണ് വിക്രം അവനെ അങ്ങോട്ട് വിളിച്ചത്? റോഷ്നി അഭിനവിനെ സംശയിക്കാൻ തുടങ്ങി. വെൽക്കം ടൈഗർ, വെൽക്കം. ഓൾ ഗുഡ്? യെസ്, ഓൾ ഗുഡ്. ഇതാണ് VIP കാർഡ്. ഹാവ് ഫൺ. താങ്ക് യു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു. ഈ സമയം റോഷ്നി ഹോട്ടലിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. പോകാമോ? രണ്ടുപേരും ഹോട്ടലിന്റെ അകത്തേക്ക് കയറി. അതിനുശേഷം അവിടെ ഒരു ടേബിളിന്റെ അടുത്തിരുന്നു. അഭിനവാണെങ്കിൽ റോഷ്നിയെ നോക്കുന്നത് പോലുമില്ലായിരുന്നു. എന്നാൽ റോഷ്നി അഭിനവിനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തുപറ്റി? എല്ലാം ഓക്കെ അല്ലേ? ഹാ, എല്ലാം ഓക്കെയാണ്. നീ ഈ ഓഫീസിലാണോ ജോലി ചെയ്യുന്നത്? നമുക്കെന്തെങ്കിലും ഓർഡർ ചെയ്താലോ? എനിക്ക് നല്ല വിശപ്പുണ്ട്. വെയിറ്റർ. അഭിനവ് റോഷ്നിയുടെ ചോദ്യം മനഃപൂർവ്വം ഒഴിവാക്കി. ഹലോ സർ, ഹൗ മേ ഹെൽപ്പ് യു? നീ എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, സത്യമായിട്ടില്ല. ഞാൻ എന്തിനാണ് വെറുതെ നിന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നത്? 1 സെക്കൻഡ്. അഭിനവ് തനിക്കും റോഷ്നിക്കും വേണ്ടിയുള്ള ഓർഡർ കൊടുത്തു. 2 ജ്യൂസ് പ്ലീസ്. നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാനൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ ചെറിയൊരു ജോലി ചെയ്യുന്നു. ഇത് വിക്രം സാറിന്റെ കമ്പനി അല്ലേ? ആ, അതെ. ഹലോ ഗോർജിയസ്, യു ആർ സോ ബ്യൂട്ടിഫുൾ. എങ്ങോട്ട് വരണ്ടെന്നാ വിചാരിച്ചത്, പക്ഷെ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ നിനക്കൊരു കിടിലൻ ട്രീറ്റ് ഓഫർ ചെയ്യട്ടെ? അവന്റെ മുഖത്ത് വഷളത്ത് നിറഞ്ഞ ഒരു നോട്ടമുണ്ടായിരുന്നു. റോഷ്നിക്ക് അവന്റെ ഉദ്ദേശം മനസ്സിലായി. റോഷ്നിക്ക് മാത്രമല്ല, അഭിനവിന് മനസ്സിലായി. നിനക്ക് കണ്ടൂടെ? ഓൾറെഡി ഷീസ് ഇൻ എ ഡേറ്റ് വിത്ത് മീ. ആണോ? ഞാൻ കരുതി നീ ഇവളുടെ കുഞ്ഞനുജനാണെന്ന്. നീ ഇവളുടെ കൂടെ ഡേറ്റിന് വന്നതാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്നേഹത്തോടൊന്ന് പറയട്ടെ, ഇറങ്ങി പോടാ ഇവിടുന്ന്. അഭിനവ് കുറച്ചുനേരം മിണ്ടാതിരുന്നു. ഇവൻ എവിടെ വരെ പോകുമെന്ന് അവൻ അറിയണമായിരുന്നു. അപ്പോഴേക്കും റോഷ്നിയുടെ അടുത്തേക്ക് വന്ന് അവൻ പറഞ്ഞു, നിന്റെ സൗന്ദര്യം കണ്ടാലറിയാം നീ ഏതോ നല്ല കുടുംബത്തിൽ നിന്നുള്ളതാണെന്ന്. നീ ഇവനെ പോലെയുള്ളവന്മാരുടെ കൂടെ ഡേറ്റിന് വരാൻ പാടില്ലായിരുന്നു. സ്റ്റാൻഡേർഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? നിന്നോട് അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ? പോടാ ഇറങ്ങി. നീ എൻ്റെ കൂടെ വാ. ട്രസ്റ്റ് മീ, നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഐ വുഡ് സേ യു ഡോണ്ട് ഡിസേർവ് സച്ച് എ ഡൗൺ മാർക്കറ്റ് ബോയ്സ്. ജനിച്ച ഉടനെ ഉപേക്ഷിച്ച അലവലാതി. അഭിനവിന് ഇത് കേട്ടപ്പോൾ സഹിക്കാനായില്ല. അവൻ എല്ലാ അതിരുകളും ലംഘിച്ചിരുന്നു. എന്താ നീ പറഞ്ഞത്? തന്തയ്ക്ക് പറഞ്ഞതിന് അവൻ ശരിക്കും വാങ്ങിച്ചു. അഭിനവ് മറ്റെന്തും സഹിക്കും, പക്ഷേ അച്ഛനെ കുറിച്ച് മോശമായ ഒരു വാക്ക് പോലും സഹിക്കില്ല. നീ എന്താ പറഞ്ഞത്? ജനിപ്പിച്ച ഉടൻ അച്ഛൻ ഉപേക്ഷിച്ചവനല്ലേ? നിന്റെ അച്ഛൻ എന്താണ് നിന്നെ പഠിപ്പിച്ചത്? എടാ നീ. അവൻ അഭിനവിനെ എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന്റെ വായിൽ നിന്നും ഒരക്ഷരം പുറത്തു വന്നില്ല. അവന്റെ മുഖത്ത് പേടി നിറഞ്ഞിരുന്നു. എന്താ ഇവിടെ നടക്കുന്നേ? ഇതൊരു റെപ്യൂട്ടഡ് ഹോട്ടലാണ്, മീൻചന്തയല്ല. മാനേജർ, ഇങ്ങനെയുള്ളവന്മാരൊക്കെയാണോ ഈ ഹോട്ടലിൽ കയറി ഇറങ്ങുന്നത്? അവനെ കുറിച്ച് അധികം അടിച്ചതായിട്ട് അഭിനവിനും തോന്നി. കണ്ടില്ല എന്നെ അടിച്ചത്? മൂക്കും മുഖവും എല്ലാം ഇടിച്ചില്ലാതാക്കി. മാനേജർ ആദ്യം അവനെ നോക്കി, അത് കഴിഞ്ഞ് അഭിനവിനെ നോക്കി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ തന്നെ പറഞ്ഞു, ഞങ്ങളുടെ VIP കസ്റ്റമറിനെ ഉപദ്രവിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവൻ ഞങ്ങളെയാണ് ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇവന്റെ അടുത്ത് എത്ര തവണ വേണ്ട എന്ന് പറഞ്ഞു എന്നറിയാമോ? എന്നിട്ട് അവൻ പിന്മാറിയില്ല. അപ്പൊ പിന്നെ ഇതിന്റെ കൂടെ എന്റെ അച്ഛനെ പറ്റി മോശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ കേട്ടത് ശരിയാണോ? കള്ളം, പച്ച കള്ളം. അല്ല, ഈ നിസാര കാര്യത്തിനാണോ നിങ്ങൾ ഇദ്ദേഹത്തെ ഉപദ്രവിച്ചത്? എന്തൊക്കെയാണെങ്കിലും ശരി, നിങ്ങൾ ഇദ്ദേഹത്തോട് മാപ്പ് പറയണം. മാപ്പ് പറയണോ? ഞാൻ ഇവനോടോ? ഇവൻ എന്നോടും എന്റെ ഫ്രണ്ടിനോടും മാപ്പ് ഇങ്ങോട്ട് പറയണം. പറയടാ മാപ്പ്. എടാ നാറി, വാ അടച്ച് മാപ്പ് പറയടാ. നിനക്കറിയില്ല ഞാൻ ആരാണെന്ന്. എന്നോട് മാപ്പ് ചോദിക്കാതെ നിനക്ക് ഇവിടെ നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. പ്രശ്നങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിൽ റോഷ്നി ഇടയിൽ കയറി മാനേജറിനോട് സംസാരിച്ചു. പ്രശ്നം അഭിനവന്റെ അടുത്തല്ല, ദാ ഇവന്റെ അടുത്താ. ഇവനാണ് എന്നെ ശല്യം ചെയ്യാൻ വന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അതിപ്പോ എന്തായാലും ശരി, ഇദ്ദേഹം മാപ്പ് ചോദിച്ചേ പറ്റൂ. മാനേജർ ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അഭിനവിന് മനസ്സിലായി. അയാൾ അഭിനവിനെ അവന്റെ വസ്ത്രം കണ്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിരുന്നു. തന്റെ മുന്നിൽ മറ്റു വഴികളില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അഭിനവ് പോക്കറ്റിൽ നിന്നും വിക്രമിന്റെ കാർഡ് പുറത്തെടുത്തു. അത് മാനേജർക്ക് നീട്ടി. തനിക്കറിയാമോ ഈ കാർഡ് എനിക്ക് ആരാണ് തന്നതെന്ന്? ഇതിൽ എഴുതിയത് വായിച്ചതിന് ശേഷം താനൊരു തീരുമാനം എടുത്തോളൂ. മാനേജർ അഭിനവിന്റെ കാർഡ് വാങ്ങിച്ചതിന് ശേഷം അത് സൂക്ഷിച്ചു നോക്കി. കാർഡിൽ എഴുതിയിരിക്കുന്ന പേര് കണ്ടതും അയാളുടെ കണ്ണുകൾ തള്ളിപ്പോയി. അഭിനവിന്റെ കയ്യിൽ വിക്രമിന്റെ കാർഡ് ഉണ്ടെങ്കിൽ അതിനർത്ഥം വിക്രമും അഭിനവും പരിചയക്കാരാണെന്നാണ്. പെൺകുട്ടികളോട് സംസാരിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പോയി അമ്മയോട് ചോദിച്ചു പഠിക്കേ എങ്ങനെയാണ് അവരോട് പെരുമാറേണ്ടതെന്ന്. വാ പോകാം. അഭിനവ് റോഷ്നിയെയും തന്റെ കൂടെ കൂട്ടി അവിടെ നിന്നും പുറത്തേക്ക് പോയി. രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരുന്നു. എന്നാൽ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. ഇതെല്ലാം സംഭവിച്ചത് കണ്ടിട്ട് റോഷ്നി മനസ്സിൽ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് അവൻ അറിയണമായിരുന്നു. എന്നാൽ കൂടുതൽ എന്തെങ്കിലും ചോദിച്ച് അവൾക്ക് സംശയമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. നീ ഓക്കെ അല്ലേ? സോറി,
നിന്റെ മൂഡും ഇന്നത്തെ ലഞ്ചും നശിപ്പിച്ചതിന്. നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോയി ആഹാരം കഴിക്കാം. ഓക്കെ, ഞാൻ ഇന്ന് മുഴുവൻ ഫ്രീയാ. അവൾ പറഞ്ഞത് കേട്ട അഭിനവ് കാർ മറ്റൊരു ഹോട്ടലിന്റെ മുന്നിലേക്ക് തിരിച്ചു. ആ ഹോട്ടലിന്റെ മുന്നിൽ കാർ നിർത്തി അവർ പുറത്തേക്ക് ഇറങ്ങി. ഹോട്ടലിന്റെ പേര് വായിച്ചതിന് ശേഷം റോഷ്നിയെയും കൊണ്ട് അവൻ അകത്തേക്ക് കയറി. ഈ ഹോട്ടൽ ഡേവിഡ് തരകന്റേതാണെന്ന് അഭിനവിന് മനസ്സിലായി. ഹോട്ടലിനൊപ്പം ഡേവിഡ് വലിയൊരു മാഫിയ ബിസിനസ്സും നടത്തുന്നുണ്ട്. മാഫിയ ലോകത്ത് ടൈഗറിന്റെ പേര് എത്രത്തോളം വലുതാണോ അതുപോലെ വലുതാണ് ഡേവിഡ് തരകന്റെ പേര്. എത്ര ബിസിനസ്സും ആളുകളുമാണോ ടൈഗറിനടുത്തുള്ളത് അത്രയും തന്നെ ഡേവിഡ് തരകന്റെ കയ്യിലുമുണ്ട്. ഇരു സംഘങ്ങൾക്കുമിടയിൽ പല ഭിന്നതകളുമുണ്ട്. ഇന്ന് ഡേവിഡിനെ കാണേണ്ടി വരുമോ എന്ന സംശയം അഭിനവിന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോ എന്റെ അടുത്ത് നീ നിന്നെ കുറിച്ചൊന്നും പറയില്ലെന്ന് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞല്ലേ? എന്തിനെ കുറിച്ചാ? അഭിനവിന് മനസ്സിലായി റോഷ്നിയുടെ ഉള്ളിൽ ഈ സംശയങ്ങൾ കറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന്. എന്തുവാടോ ഒളിപ്പിച്ചു വെക്കാൻ ഇതിന് മാത്രം എന്ത് രഹസ്യമുള്ളത്? അല്ല, നിനക്ക് എന്താ അറിയേണ്ടത്? നീയുമായിട്ട് സംസാരിക്കുമ്പോ നിന്നെ കുറിച്ചല്ലേ എനിക്ക് അറിയണ്ടേ? അല്ല, അതിന് നിന്റെ അടുത്ത് പറയാൻ മാത്രം എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇതും പറഞ്ഞ് റോഷ്നിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ഡേവിഡ് സാർ, ഇനി ഈ സിറ്റിയിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടാൻ പോവുകയാണ്. അതെ, മാർക്കറ്റിൽ നിന്നും ടൈഗർ അപ്രത്യക്ഷമായതോടെ അവന്റെ പേരും ഇല്ലാതായി. തൊട്ടടുത്ത് നിൽക്കുന്നവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അഭിനവ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ ടൈഗറിനെ കുറിച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മാത്രം അവന് മനസ്സിലായില്ല. അഭിനവേ പറയടോ, എന്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ എന്തിനാ വെറുതെ ഒളിപ്പിക്കുന്നത്? ടൈഗർ അപ്രത്യക്ഷനായിട്ടില്ല. ടൈഗർ ജീവനോടെയുണ്ട്. അവൻ വൈകാതെ തന്നെ തിരിച്ചു വരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജോണി, അധികം കുടിക്കരുതെന്ന്. നിന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഓരോ മണ്ടത്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ഇവന്മാരുടെ ധൈര്യം കണ്ടില്ലേ? ഡേവിഡ് തരകന്റെ ഹോട്ടലിൽ ഇരുന്ന് ടൈഗറിനെ കുറിച്ച് പറയുന്നു. ഒന്നെങ്കിൽ ഫിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന് മാത്രം ധൈര്യം കാണും. മണ്ടത്തരം പോലും. മണ്ടത്തരം നീയാണ് പറയുന്നത്. ടൈഗറിനെ ഡേവിഡ് തരകനുമായിട്ട് കമ്പയർ ചെയ്യുന്നു. വിസ്കിയും നാടൻ ചാരയുമായി എന്ത് താരതമ്യം? ഞാൻ പറയുകയാണ്, ടൈഗർ ജീവനോടെയുണ്ട്. ഹി വിൽ റിട്ടേൺ സൂൺ. ജോണി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ അഭിനവ് ശരിക്കും ഞെട്ടി. ജോണി മദ്യത്തിന്റെ പുറത്ത് പറയുന്നതാണോ അതോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണോ എന്ന് അവൻ അറിയണമായിരുന്നു. അഭിനവ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നീ എന്റെ കൂട്ടുകാരിയോട് കള്ളം പറയുകയാണോ? ഏത് കൂട്ടുകാരി? അനന്യ. അനന്യ? ഇല്ല, ഞാൻ എന്തിനാണ് അവളോട് കള്ളം പറയുന്നത്? അങ്ങനെയൊന്നുമില്ല. പിന്നെ റോഷ്നി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. നിനക്കറിയാലോ, ഞാൻ അനന്യയുടെ ഭർത്താവാണ്. വീട്ടിലെത്താൻ ഒരല്പം വൈകിയാൽ അവൾ എന്നെ കൊല്ലും. അവൾക്ക് സംശയം തുടങ്ങും. സംശയമോ? നിന്നെ കുറിച്ചോ? അവൾക്ക് നിന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. നിന്നെ കുറിച്ച് അവൾ ചിന്തിക്കുന്ന പോലും ഇല്ല. പിന്നെ എന്തിനാ അവൾക്ക് നിന്നെ സംശയം? അതെ, എനിക്കറിയാം. എങ്കിലും എനിക്കിപ്പോ പോയേ പറ്റൂ. ഞാൻ നിന്നെ വീട്ടിൽ വിടണോ? നമ്മൾ ഇനി എപ്പോഴാ കാണുക? ഇതിന് മറുപടി പറയാതെ റോഷ്നിക്കൊപ്പം അഭിനവ് ഹോട്ടലിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴാണ് കുറെ പേർ ചേർന്ന് ഒരു പയ്യനെ തല്ലിച്ചതയ്ക്കുന്നത് അഭി കണ്ടത്. എന്തിനാ നിങ്ങൾ ആ പാവത്തിനെ തല്ലുന്നത്? നിനക്കറിഞ്ഞിട്ട് എന്ത് കാര്യം? കാര്യമുണ്ടല്ലോ. ഇവിടുന്ന് 2 കാലിൽ വീട്ടിലേക്ക് പോകണമെങ്കിൽ മിണ്ടാതെ സ്ഥലം വിട്ടു. തടി കേടാക്കാൻ നിൽക്കണ്ട. ചേടാ, ഈ ലൈൻ ഞാൻ നിന്നോട് പറയാൻ വരികയായിരുന്നു. എന്റെ ഡയലോഗ് മോഷ്ടിച്ചതിന് നിനക്ക് കുറച്ചുകൂടി തല്ല് കിട്ടും. ഹീറോ കളിക്കാൻ നിക്കല്ലേ. കൊച്ചിയിൽ ഇപ്പൊ ഹീറോയിസിന് മാർക്കറ്റില്ല. മിണ്ടാതെ വിട്ടോ, അല്ലേ ഞങ്ങൾക്ക് ഒന്നിന് പകരം 2 കുഴി എടുക്കേണ്ടി വരും. അഭിനവ് ഇതിന് ഒരു മറുപടി നൽകിയില്ല. അവൻ ആ ആളുകളെ നോക്കി എണ്ണം തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആ പയ്യൻ പിറകോട്ട് മാറി. അവസാനം അഭിനവ് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മോർച്ചറിയിലേക്ക് വിളിച്ചു പറയണം. 1, 2, 3, 4 മൊത്തം 4 ചേംബർ മാറ്റി വെക്കാൻ. 2 പേര് ആ 4 ബോഡിയും കൊണ്ട് ഉടനെ വരുന്നുണ്ടെന്ന്. അടിക്കളായി പൊട്ടിയെ. ആ ഗുണ്ടകൾ അഭിയെ തല്ലാനായി അടുത്തു. അഭിനവും അവരെ നേരിടാൻ പൂർണ്ണമായി തയ്യാറായിരുന്നു. നിമിഷങ്ങൾക്കകം അഭിനവ് അവിടുത്തെ അന്തരീക്ഷവും സമയവും മാറ്റിമറിച്ചു. അവന്റെ അടികൊണ്ട് ഒന്നിനു പുറകെ ഒന്നായി 4 ഗുണ്ടകളും നിലം പൊട്ടി. രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ലെന്ന് കരുതി
മരണത്തെ കൺമുന്നിൽ കണ്ടു നിന്നിരുന്ന ജോണി എന്ന പേരുള്ള ആ പയ്യൻ അഭിനവിന്റെ ഈ രൂപം കണ്ട് ഞെട്ടിപ്പോയിരുന്നു. അവനെ സംബന്ധിച്ച് അഭിനവ് ദൈവത്തിന് തുല്യനായിരുന്നു. അപ്പോൾ അവനെ രക്ഷിച്ച് അവിടെ നിന്നും കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ ജോണി ചോദിച്ചു, ചേട്ടാ, നിങ്ങൾ ആരാ? എന്തിനാണ് നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചത്? അഭിനവ് അവന് മറുപടി നൽകിയില്ല. അവൻ ആ പയ്യന്റെ കണ്ണുകളിലേക്ക് മാത്രം നോക്കി. അഭിനവിൽ നിന്നും ഉത്തരം അറിയാൻ അവൻ അക്ഷമനായിരുന്നു. ഞാൻ ആരാണെന്ന് നിന്നോട് പറയാം, പക്ഷെ ആ രഹസ്യം ആരോടും പറയില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. തന്റെ ജീവൻ രക്ഷിച്ച അഭിനവിന് വേണ്ടി അത്രയുമെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഞാൻ ടൈഗറാണ്. അത് കേട്ടതും ജോണി ഞെട്ടലോടെ 2 ചുവട് പിറകോട്ട് വെച്ചു. അവന്റെ കണ്ണുകൾ വിടർന്നു. അവൻ കണ്ണിമ ചിമ്മാതെ അഭിനവിനെ നോക്കി. താൻ കാണുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അവന് മനസ്സിലായില്ല. ജോണി കണ്ണിമ വെട്ടാതെ അഭിനവ് പോകുന്നത് നോക്കി നിന്നു. അവിടെ നിക്കടാ, എവിടേക്കാ നീ കയറി പോന്നേ? പുറത്തു പോ. അപ്പോഴാണ് ദേവൻ അവിടേക്ക് വന്നത്. അവൻ അഭിയെ നോക്കി ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, ഓഹോ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്കിയേ. എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടേക്ക് വന്നത്? സെക്യൂരിറ്റി, ഈ ദരിദ്രവാസിയെ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. വിക്രം സാറിനെ ശല്യം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇവൻ ഇവിടേക്ക് വന്നത്. എടാ, ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം. നീ ഒരു ദരിദ്രവാസിയാണെന്ന കാര്യം ആദ്യം നീ അക്സെപ്റ്റ് ചെയ്യണം, എന്നിട്ട് അതനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം. ദേവന്റെ സംസാരം കേട്ട് അഭിനവിന് ദേഷ്യം വന്നു. ദേവന്റെ മോശം പെരുമാറ്റം അവനെ മടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അഭിക്ക് വേണമെങ്കിൽ ദേവന് മറുപടി കൊടുക്കാമായിരുന്നു. പക്ഷെ തന്റെ ഫോൺ എടുക്കുന്നതാണ് നല്ലതെന്ന് അവൻ കരുതി. അവൻ വിക്രമിനെ വിളിക്കാൻ പോവുകയായിരുന്നു. എന്നാൽ വിക്രമിനെ വിളിക്കുന്നതിന് മുൻപ്, ഇവിടെ എന്താ നടക്കുന്നേ? അബി എന്റെ കൂടെ വന്നതാ. യു വാണ സേ സംതിങ്? ദേവനിപ്പോ പോ. അബി എന്റെ കൂടെ വരൂ. ദേവൻ ഒരു നിമിഷം അപമാനിതനായ പോലെ തോന്നി. അന്ന് പാർട്ടിയിൽ വെച്ചും പിന്നെ ഇപ്പോഴും ദേവൻ അബിയുടെ മുന്നിൽ തോൽക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ ഇവിടെ വരുന്ന കാര്യം നിങ്ങൾ വിക്രമിനോട് പറഞ്ഞിരുന്നോ? ഇത് കേട്ട ഉടനെ ജെനിയുടെ കാതുകൾ കൂർത്തു. ജോലിക്ക് വേണ്ടി വന്ന അഭിനവിനെ പോലെ കുറച്ച് വിവരങ്ങൾ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഓഫീസ് നാളെ മുതൽ ആരംഭിക്കും. പെർഫെക്റ്റ്, താങ്ക് യു. എന്നാൽ ലീഡർ വരുന്നതിന് മുൻപ് അവൻ അത്തരത്തിലുള്ള ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ തന്റെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയാണ് അവൻ മാനേജർ പോസ്റ്റ് ആവശ്യപ്പെട്ടത്. എന്നാൽ അഭിനവ് അവിടെ എന്തെടുക്കാൻ വന്നതാണെന്ന് ദേവൻ ഇപ്പോഴും മനസ്സിലായിരുന്നില്ല. ടൈഗർ ഗ്രൂപ്പിന്റെ മാനേജർ വിക്രവുമായി അഭിനവിന് എന്താണ് കണക്ഷൻ? പിറ്റേ ദിവസം അനന്യയുടെ അമ്മയ്ക്ക് ഒരു ന്യൂസ് ലഭിച്ചു. ശർമിള മാഡം, നിങ്ങളുടെ ദരിദ്രനായ മരുമകൻ അഭിനവില്ലേ, അവൻ ട്രാവൽ ചെയ്ത് വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവിനെ മോചിപ്പിക്കാൻ 200 കോടിയാണ് അവർ റാൻസം ചോദിക്കുന്നത്. എന്ത്? അവന്റെ പ്ലെയിൻ ഹൈജാക്ക് ആയെന്നോ? ഇതിനേക്കാളൊരു നല്ല ന്യൂസ് വേറെ ഇല്ല. ഞാൻ അവനെ ഇറക്കാൻ 200 രൂപ പോലും ചെലവാക്കില്ല. അപ്പോഴാണ് 200 കോടി. ആരാ, എന്തിനാ ഇത് ആവശ്യപ്പെടുന്നത്? ഇന്നലെ വരെ വേലക്കാരിയുടെ തെറി കേട്ടിരുന്ന, ഭാര്യയുടെ തെറിവിളി കേട്ട് ജോലിക്കാരന്റെ മുറിയിൽ കിടന്നിരുന്ന, വെറും 100 രൂപ വിലയുള്ള ഷർട്ട് ഇട്ടിരുന്ന അഭിനവ് അവന് വേണ്ടി 200 കോടിയുടെ മോചന ദ്രവ്യം ആരായിരിക്കും ആവശ്യപ്പെട്ടത്? അനന്യ, നീ കേട്ടോ അഭിനവിന്റെ കാര്യം? അമ്മ, എനിക്ക് ഈ അഭിനവിന്റെ കാര്യത്തിൽ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ലേ, കുറച്ച് ഗുണ്ടകൾ ചേർന്ന് റോഷ്നിയെ തട്ടിക്കൊണ്ടുപോയത്? അവരും ഈ അഭിനവിനെ പേടിച്ച അവളെ വെറുതെ വിട്ടത്. കഴിഞ്ഞ ദിവസം അവന് ടൈഗർ ഗ്രൂപ്പിന്റെ വിക്രം സാറിന്റെ കോളും വന്നിരുന്നു. ഞാൻ കരുതി വല്ല സ്പാം കോളും ആയിരിക്കും, ഇഗ്നോർ ചെയ്തേക്കാമെന്ന്. രഘുചേട്ടൻ അവന് സാധനം വാങ്ങാൻ പറഞ്ഞയച്ച ശേഷം ഈ തമ്പുരാൻ പിന്നെ മടങ്ങി വന്നിട്ടുമില്ല. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഈ അഭിനവിനെ എന്ത് കണ്ടിട്ടാ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന്. ബാക്കി എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് ഇവന് മാത്രം പിടിച്ചു വെച്ചിരിക്കുന്നു മണ്ടന്മാർ. മാത്രമല്ല, എന്താ അവരുടെ ഡിമാൻഡ്? 200 കോടിയോ? എനിക്ക് തോന്നുന്നത് ഈ അഭിനവ് തന്നെ അവരോട് പറഞ്ഞു കാണും അവന്റെ ഭാര്യ വീട്ടിൽ 200 കോടിയുടെ സ്വത്തുണ്ടെന്ന്. അനന്യ മാഡം, അഭിനവ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സൈലന്റ് ആണ്. പക്ഷെ ഹൈജാക്ക് ചെയ്തവർ തന്നെയാണ് പറഞ്ഞത് 200 കോടി കിട്ടിയില്ലെങ്കിൽ അഭിനവിനെ അവർ കൊന്നുകളയുമെന്ന്. അപ്പോ പിന്നെ അവനെ രക്ഷിക്കാൻ നമ്മുടെ മുഴുവൻ സ്വത്തും വിറ്റു തുളയ്ക്കണോ? അവൻ ചാകട്ടെ, അത് തന്നെയാണ് നല്ലത്, അനന്യയ്ക്കും ഈ ഫാമിലിക്കും. ഷാർമിള TV ഓൺ ചെയ്തു. അപ്പോൾ ടിവിയിൽ കണ്ട ന്യൂസ് കേട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ചു. കൊച്ചിയിൽ നിന്നും തുർക്കിയിലേക്ക് പോയി ഒരു ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടു. അഭിനവ് എന്ന ആളെ ബന്ദിയാക്കി അവർ 200 കോടിയാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇതല്ല. അജ്ഞാതനായ ഒരു കോടീശ്വരൻ അയച്ച 500 കോടിയുമായി അഭിനവിനെ രക്ഷിക്കുവാൻ വന്നവർ ഫ്ലൈറ്റിന്റെ അടുത്തേക്ക് ചെന്നതും ഉള്ളിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു. ഹൈജാക്കേഴ്സ് പൈസ വാങ്ങിയ ശേഷം അഭിനവിനെ വധിച്ചതാണോ? ഈ ചോദ്യത്തിന് ഉത്തരം അറിയുവാൻ മുഴുവൻ രാജ്യവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ആ വാർത്ത കേട്ടതും അനന്യയും ശാർമിളയും കണ്ണു മിഴിച്ചു നിന്നു. അനന്യ വിശ്വാസം വരാതെ ചോദിച്ചു, ആരായിരിക്കും അഭിനവിനെ രക്ഷിക്കാൻ 500 കോടി അയച്ചത്? മുത്തശ്ശന്റെ കയ്യിൽ പോലും അത്രയും പൈസ ഇല്ലല്ലോ. ഈ അഭിനവ് എപ്പോഴാ ഇത്രയും ഇമ്പോർട്ടന്റ് ആയത്? അവന് വേണ്ടി 500 കോടി മുടക്കാൻ വരെ ആളുകളുണ്ടോ?
അനന്യ, ഇവൻ ശരിക്കും ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ദരിദ്രനും അനാഥനുമായ അഭിനവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഇത്രയും പൈസ അയച്ചത് ആരായിരിക്കും? ഫ്ലൈറ്റിനുള്ളിൽ കേട്ട വെടിയൊച്ച അഭിനവിന്റെ ജീവനെടുത്ത് കാണുമോ? അഭിനവിന്റെ ഫോണിലേക്ക് വന്ന ആ കോൾ ആരുടെയായിരുന്നു? എനിക്ക് തോന്നുന്നത് നമ്മുടെ കയ്യിൽ വന്നുപെട്ടത് വളരെ പവർഫുള്ളും പണക്കാരനുമായ ഒരു ഇരയാണെന്നാണ്. അവൻ ചത്തെങ്കിൽ അതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. അഭിനവ് സർ ജീവനോടെ ഉണ്ടാകുമോ മേഡം? അവന് വെടി കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോ ശവം പോലും അവര് വിട്ടുതരില്ല. ഇനി അത് കിട്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യാനാ? നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്. അഭിനവ് സർ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഷട്ട് അപ്പ്. നീ നമ്മുടെ മാനേജറാണ്, ആ കാര്യം മറക്കരുത്. ഐ ഹാവ് പ്രൂഫ് മാഡം. ഇത് നോക്ക്. ഇതിൽ ആരുടെയും പേര് പോലും ഇല്ലല്ലോ. വാട്ട് നോൺസെൻസ്. ഇത് അഭിനവ് സാറിന്റെ ഫയലാണ്. ഇന്നലെ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ വണ്ടിയിൽ മറന്നു വെച്ചതാണ്. ഇവിടുത്തെ അടുക്കള പണി ചെയ്യുന്നവന്റെ കയ്യിൽ 1 രൂപ പോലും ഉണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ഷാർമിള ഫയൽ തുറന്നു വായിക്കാൻ തുടങ്ങി. അതിലെ ചില കാര്യങ്ങൾ വായിച്ചപ്പോൾ അവരുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലെ തോന്നി. അവർ ഞെട്ടലോടെ അലറി. അനന്യ, നമുക്ക് തെറ്റുപറ്റി. നീ ഇപ്പോ തന്നെ അഭിനവിനെ വിളിച്ചിട്ട് ആദ്യം തന്നെ അവനോട് മാപ്പ് പറയ. ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും കാര്യം പോക്കാ. അഭിനവിന്റെ സത്യം നമ്മൾ അറിയാതെ പോയല്ലോ. അനന്യ, ഫോൺ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താണ് അഭിനവിന്റെ യാഥാർത്ഥ്യം? എന്താണ് ആ ഫയലിൽ എഴുതിയിരിക്കുന്നത്? ആരെങ്കിലും ഒന്ന് പറയോ അതിലെന്താണെന്ന്? കോൾ വിളിക്ക. ഷാർമിളയെ ഞെട്ടിക്കുന്ന എന്ത് വിവരങ്ങളാണ് ആ ഫയലിൽ ഉണ്ടായിരുന്നത്? അനാഥനും ദരിദ്രനുമായ അഭിനവിന് വേണ്ടി ഇത്രയും കാശ് അയച്ചത് ആരാണ്? എന്തുകൊണ്ടാണ് ഒരു ഗ്യാങ്സ്റ്റർ അഭിനവിന്റെ ഫോട്ടോ കണ്ട് പേടിച്ചത്? ഒരു പേടിത്തൊണ്ടനെ പോലെ ജീവിച്ചിരുന്ന അഭിനവിന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെയായിരിക്കും ഈ കഥയിൽ സംഭവിക്കുക? ഇനിയും എത്ര രഹസ്യങ്ങളാണ് പുറത്തു വരാനുള്ളത്? ടൈഗർ മോനെ, ഇവിടുന്ന് പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇല്ലെങ്കിൽ അവര് നിന്നെ കൊന്നുകളയും. വേദന കടിച്ചമർത്തിക്കൊണ്ട് സഞ്ജയ് തന്റെ 5 വയസ്സുള്ള മകൻ അഭിനവിനോട് പറഞ്ഞു. സഞ്ജയ് രജപുത്രയും മകൻ അഭിനവും ഇരുട്ടിൽ ആ ഇടുങ്ങിയ വഴിയിലെ മരച്ചുവട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. സഞ്ജയുടെ ശരീരത്തിൽ പലയിടത്തും വെടിയേറ്റിട്ടുണ്ട്. ഇല്ലച്ചാ, അച്ഛനെ വിട്ട് ഞാൻ പോവില്ല. അഭിനവ് കരഞ്ഞുകൊണ്ട് അച്ഛനെ നോക്കി. വാശി കാണിക്കല്ലേ അഭി, എനിക്ക് ഈ അവസ്ഥയിൽ നിന്നെ രക്ഷിക്കാൻ പറ്റില്ല. അവരിപ്പോ ഇവിടെ എത്തും. അതിനു മുമ്പ് മോനെങ്കിലും രക്ഷപ്പെടണം. ചോര ഒഴുകുന്ന മുറിവുകളിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ജയ് മകനോട് പറഞ്ഞു. വേണ്ട, അച്ഛനില്ലാതെ ഞാൻ പോവില്ല. അച്ഛനും വാ. അഭി പറഞ്ഞത് കേട്ട് സഞ്ജയ് വാത്സല്യത്തോടെ അവന്റെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു. മോനെ, ഒന്നും ഇവിടെ അവസാനിക്കാൻ പാടില്ല. അതിന് നീ ബാക്കിയാവണം. ബി എ ടൈഗർ അഭി. വിടർന്ന കണ്ണുകളോടെ അത് പറഞ്ഞുകൊണ്ട് സഞ്ജയ് തന്റെ വിരലിലെ പച്ചരത്നം പതിപ്പിച്ച മോതിരമൂരി അഭിനവനെ ഏൽപ്പിച്ചു. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. അച്ഛന്റെ ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. പോക്കറ്റിൽ നിന്ന് ഗണ്ണെടുത്ത് ലോഡ് ചെയ്യുമ്പോൾ സഞ്ജയുടെ കണ്ണുകളിൽ തീ ആളുന്നുണ്ടായിരുന്നു. മകനെ വിട്ടുപോകാനുള്ള വേദനയല്ലാതെ അയാളുടെ മുഖത്ത് തെല്ലും ഭയമുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ശത്രുക്കൾ അവരുടെ അരികിലേക്കെത്തി. അഭിനവന്റെ നെറ്റിയിൽ ഉമ്മ വെച്ച ശേഷം സഞ്ജയ് ഒരു യോദ്ധാവിനെ പോലെ എതിരാളികൾക്ക് നേരെ നീങ്ങി. അച്ഛൻ തന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ അഭിനവ് ഭയന്ന് കരഞ്ഞു. എങ്കിലും ഇരുട്ടിൽ ആ 5 വയസ്സുകാരനെ അക്രമികൾ കണ്ടില്ല. സഞ്ജയുടെ ഗൺ ശബ്ദിച്ചു. ശത്രുക്കൾ 4 പാടും ചിതറി വീണു. അതിനിടയിൽ ഒരു ബുള്ളറ്റ് പാഞ്ഞു വന്ന് സഞ്ജയുടെ നെഞ്ചു തുളച്ചു. അച്ഛാ! അഭിനവ് ഉറക്ക നിലവിളിച്ചുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു. വിയർത്ത് കുളിച്ച് കിതച്ചുകൊണ്ട് അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. കഴിഞ്ഞ 18 വർഷമായി ഇതേ സ്വപ്നം അഭിനവനെ അലട്ടുന്നു. വെടിയേറ്റ് അച്ഛൻ മരിച്ചു വീഴുന്നത് നിറകണ്ണുകളോട് നോക്കി നിൽക്കാനേ അന്നവന് കഴിഞ്ഞിരുന്നുള്ളൂ. ബി എ ടൈഗർ എന്നാണ് അച്ഛൻ അവസാനമായി പറഞ്ഞത്. വെറും ഒരു ഡെലിവറി ബോയ് ആയ താൻ എങ്ങനെയാണ് ടൈഗർ ആവുക എന്ന് ഇന്നോളം അവൻ അറിയില്ല. അവൻ തന്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് നോക്കി അല്പനേരം ഇരുന്നു. അഭിനവ് രജപുത്ര 18 വയസ്സുവരെ മട്ടാഞ്ചേരിയിലെ ഒരു അനാഥാലയത്തിലായിരുന്നു വളർന്നത്. പ്രായപൂർത്തിയായ ശേഷം അവൻ സ്വന്തമായി ഒരു ജോലി കണ്ടെത്തി മറ്റൊരിടത്തേക്ക് താമസം മാറി. ഡെലിവറി ബോയ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിലെ മുക്കും മൂലയും അവന് സുപരിചിതമാണ്. വളരെയധികം യാതന നിറഞ്ഞതാണ് അബിയുടെ ജീവിതം. ആകെയുള്ള ആശ്വാസം കാമുകിയായ വൈഷ്ണവിയാണ്. അവനെപ്പറ്റി എല്ലാം അറിയുന്നവൾ. അവളെ കാണുമ്പോഴാണ് അവൻ തന്റെ എല്ലാ ദുഃഖങ്ങളും മറക്കുന്നത്. ഇന്ന് വൈഷ്ണവിയുടെ ജന്മദിനമാണ്. ജോലി കഴിഞ്ഞ് അവൻ നേരെ ഒരു പരിചയക്കാരന്റെ ബേക്കറിയിലേക്ക് പോയി. രാജേഷേട്ടാ, എനിക്കൊരു കേക്ക് വേണം. വലിയ വിലയുടെയൊന്നും വേണ്ട, ഒരു കൊച്ചു കേക്ക്. അത് കേട്ടതും കടയുടമയൊന്ന് ചിരിച്ചു. വില കുറഞ്ഞതിപ്പോ വൈറ്റ് ഫോറസ്റ്റ് ഉണ്ട്, 700 ആണ്. നീ ഒരു 500 തന്നിട്ട് എടുത്തോ. അത്രയ്ക്ക് ബഡ്ജറ്റൊന്നും ഇല്ല ഏട്ടാ, അതിലും കുറഞ്ഞത് വേണം. അബി പറഞ്ഞു. എന്നാ പിന്നെ ഈ പേസ്ട്രി എടുത്തോ, 60 രൂപയേ ഉള്ളൂ. തന്റെ കാമുകിയോടൊപ്പം താമസിക്കുന്നതിനായി ഒരു കൊച്ചു വീട് വാടകയ്ക്കെടുക്കണം എന്നവൻ തീരുമാനിച്ചിരുന്നു. അതിനാൽ പണം അനാവശ്യമായി പാഴാക്കാൻ അബി ആഗ്രഹിച്ചില്ല.
കടയുടമ പാക്ക് ചെയ്ത് കൊടുത്ത പേസ്ട്രിയും വാങ്ങി അബി സന്തോഷത്തോടെ തന്റെ പ്രിയപ്പെട്ടവളെ കാണാനായി പുറപ്പെട്ടു. കാത്തിരുന്ന് വട്ടായിട്ടുണ്ടാവും പാവം. ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനും സമ്മാനം കൊടുക്കാനും താൻ മാത്രമല്ലേ ഉള്ളൂ. അതോർത്തപ്പോൾ അബിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ അവളുടെ വീടിന് മുന്നിലെത്തിയ അബിയുടെ മുഖം മെല്ലെ മാറി. അവിടെ മുഴുവൻ പലതര വർണ്ണ വിളക്കുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. അകത്തുനിന്നും ഉച്ചത്തിൽ ഒരു പാട്ട് കേൾക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് അവൻ അവളെ കാത്തുനിന്നു. വാതിൽ തുറന്ന് പുറത്തു വന്ന വൈഷ്ണവിയെ കണ്ട അഭിനവ് അത്ഭുതപ്പെട്ടുപോയി. അവൾ വില കൂടിയ ഒരു ഗൗണാണ് ധരിച്ചിരിക്കുന്നത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന മുറിയുടെ നടുവിൽ വലിയ കേക്കും വൈനും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ധാരാളം അതിഥികൾ എത്തിയിരിക്കുന്നു. അതാരാ വൈഷ്ണവി? അതിഥികളിൽ ഒരാൾ ചോദിച്ചു. കണ്ടാലറിയില്ലേ, ഡെലിവറി ബോയാ. പക്ഷേ നമ്മളൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ. മറ്റൊരാൾ പറഞ്ഞു. അതൊന്നുമല്ല, ഈ ഡെലിവറി ബോയിനെയാണ് വൈഷ്ണവി ഡേറ്റ് ചെയ്യുന്നത്. അത് കേട്ടതും അവിടെയുള്ള പല മുഖങ്ങളും കൗതുകത്തോടെ വൈഷ്ണവിയുടെ നേരെ തിരിഞ്ഞു. മൈ ഗോഡ്, നിനക്ക് വേറെ ആരെയും കിട്ടിയില്ലേ വൈഷ്ണവി? ഇതൊക്കെയാണോ നിന്റെ ടേസ്റ്റ്? എല്ലാവരും വൈഷ്ണവിയെ കളിയാക്കാനുള്ള അവസരമായി തന്റെ ജോലി ഉപയോഗിക്കുന്നത് കണ്ട് അഭിനവിന് സങ്കടം വന്നു. ഹാപ്പി ബർത്ത്ഡേ ബേബ്. പിന്നിൽ നിന്നും മറ്റൊരു ശബ്ദം കേട്ട് എല്ലാവരും ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. അത് ദേവനായിരുന്നു. കയ്യിൽ വലിയ സമ്മാനപ്പൊതിയും ഉണ്ടായിരുന്നു. ദേവനെ അഭിനവിന് മുൻപേ അറിയാം. പേര് കേട്ട ഒരു ബിസിനസ്സുകാരന്റെ മകനാണ്. അവൻ വൈഷ്ണവിയുടെ ചുറ്റും കറങ്ങി നടക്കുന്നത് അഭിനവ് ശ്രദ്ധിച്ചിട്ടുണ്ട്. അഭിനവിന് ദേവനെ ഇഷ്ടമായിരുന്നില്ല, വൈഷ്ണവിക്കും. അവിടെയും അവളെ ശല്യം ചെയ്യാനായി അവൻ വന്നത് കണ്ട് അഭിനവിന് ദേഷ്യം വന്നു. എന്നാൽ അവൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപേ വൈഷ്ണവി ദേവൻ കൊണ്ടുവന്ന സമ്മാനം വാങ്ങി. എന്നിട്ട് തന്റെ ചുറ്റിനും കൂടി നിന്നവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് ദേവ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ ദേവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. അത് കണ്ടതോടെ അതിഥികൾ എല്ലാവരും കൈയടിച്ചു. അവൾ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. നമുക്ക് ബ്രേക്കപ്പ് ആവും മിസ്റ്റർ അഭിനവ്. എനിക്കിനി ഇത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എന്താ എന്താ നീ പറഞ്ഞേ? വൈഷ്ണവി പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെ അഭിനവ് ചോദിച്ചു. എന്താ കേട്ടില്ലേ? നിന്റെ കൂടെ ഈ പാതി പേസ്ട്രിയിൽ നിന്ന് ജീവിതം തീർക്കാൻ അവൾക്ക് വയ്യെന്ന് അല്ലേ ബേബി? ദേവൻ വൈഷ്ണവിയുടെ കവിളിൽ പ്രണയത്തോടെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. തന്റെ പ്രിയപ്പെട്ടവളെ മറ്റൊരാൾ ചുംബിക്കുന്നത് കണ്ടു നിൽക്കാൻ അഭിനവന് കഴിഞ്ഞില്ല. കയ്യിലിരിക്കുന്ന പേസ്ട്രി നിലത്തേക്ക് വലിച്ചെറിഞ്ഞ് അവൻ ദേവന്റെ അരികിലേക്ക് ഓടി വന്നു. എന്താടാ നീ ചെയ്തേ? എന്റെ പെണ്ണിനെ നീ! അഭിനവന്റെ ചുരുട്ടിയ കൈ ദേവന്റെ മൂക്കിൽ തന്നെ വന്നു പതിച്ചു. അപ്രതീക്ഷിതമായ ആ ഇടിയേറ്റ് അവന്റെ മൂക്കിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകി. എടാ, ഇന്ന് നിന്റെ അവസാനമാണ്. ദേവൻ ദേഷ്യത്തോടെ അഭിനവന്റെ നേരെ ചെന്നു. അഭിനവ് അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ഉടൻ തന്നെ വൈഷ്ണവി അവർക്കിടയിലേക്ക് കയറി നിന്നു. അഭിനവ്, നമ്മൾ തമ്മിൽ ഇനി യാതൊരു ബന്ധവുമില്ല. ഇത് നിന്നോട് ഞാൻ മര്യാദയ്ക്കാണ് പറഞ്ഞത്. ഇതെന്റെ സ്ഥലമാണ്. ഇവിടെ വന്ന് എന്റെ ആളുകളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇറങ്ങിപ്പോ! വൈഷ്ണവി അഭിനവന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അല്ലെങ്കിലും എനിക്ക് നിന്നെ വേണ്ടടി. എന്ന് നീ എന്നെ മറന്ന് മറ്റൊരുത്തിനെ തേടിപ്പോയോ, ആ നിമിഷം തീർന്നു എല്ലാം. പക്ഷെ നിനക്ക് എന്നോടൊരു വാക്ക് നേരത്തെ പറയായിരുന്നു. ഞാൻ വെറുതെ. കണ്ണു തുടച്ചുകൊണ്ട് അഭിനവ് അവിടെ നിന്നിറങ്ങി. അവളുടെ മുഖം ഇനി ഒരിക്കലും തന്റെ ഓർമ്മകളിൽ പോലും വരരുതെന്ന് അവൻ ആഗ്രഹിച്ചു. വാടകയ്ക്കാണെങ്കിലും വൈഷ്ണവിയോടൊപ്പം ഒരു നല്ല വീട്ടിൽ ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ കൂട്ടിവെച്ച പണത്തിലേക്ക് അവൻ പുച്ഛത്തോടെ നോക്കി. പിന്നെ കൺമുന്നിൽ കണ്ട ഒരു ബാറിലേക്ക് കയറി ബോധം മറയുന്നതുവരെ മദ്യപിച്ചു. യു ചീറ്റ്, ഐ ഹേറ്റ് യു! തെരുവിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. ബാറിൽ നിന്നും വാങ്ങിയ കുപ്പിയിലെ അവസാന തുള്ളിയും വായിലേക്ക് കമഴ്ത്തിയിട്ട് അവൻ കുപ്പി റോഡിലേക്ക് എറിഞ്ഞുടച്ചു. പെട്ടെന്ന് അഭിനവിന് തല കറങ്ങുന്നതുപോലെ തോന്നി. അവൻ ആ റോഡ് സൈഡിൽ ബാലൻസ് തെറ്റി വീണു. പെട്ടെന്നാണ് ഒരു കാർ അവന്റെ മുന്നിലൂടെ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നത്. അതിൽ നിന്നും സ്യൂട്ട് ധരിച്ച ഒരാൾ പുറത്തേക്കിറങ്ങി. അയാളായിരുന്നു സൗരവ് മേനോൻ, കേദാർ ഗ്രൂപ്പിന്റെ ഓണർ ഹരിദേവ് മേനോന്റെ ചെറുമകൻ. സൗരവ് അഭിനവൻ അല്പനേരം നോക്കി നിന്നു. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. തൊട്ടരികിൽ പൊട്ടിച്ചെറിയ ഒരു മദ്യക്കുപ്പിയുമുണ്ട്. സൗരവിന്റെ മുഖത്ത് ഗൂഢമായൊരു പുഞ്ചിരി വിടർന്നു. ഇവനെ എടുത്ത് കാറിലേക്കിട്, സൗരവ് ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. റോഡ് സൈഡിൽ മദ്യപിച്ച് കിടക്കുന്ന ഒരുത്തനെ കാറിലേക്ക് കയറ്റാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാതെ ഡ്രൈവർ സൗരവിനെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ സൗരവ് പറഞ്ഞു, ഈ രാത്രി സാധാരണ പോലെ കടന്നുപോയാൽ നാളെ ചിലപ്പോൾ ഞാൻ കേദാർ ഗ്രൂപ്പിന്റെ ആരുമല്ലാതാകും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഈ പയ്യനെ വെച്ച് ഞാനൊരു കളി കളിക്കാൻ പോവാ. നോക്കിക്കോ, ഇതോടെ എല്ലാം എന്റെ വഴിക്ക് വരും. ഗൂഢമായ ഒരു ചിരിയോടെ സൗരവ് പറഞ്ഞു. ഓക്കെ ബോസ്. ഡ്രൈവർ കഷ്ടപ്പെട്ട് അഭിനവനെ എടുത്ത് കാറിന്റെ പുറകിലേക്ക് കയറ്റി. എമറാൾഡ് ഹോട്ടലിലേക്ക് വിട്, ഇനിയുള്ള ജോലി അവിടെയാ, സൗരവ് പറഞ്ഞു. വൈകാതെ കാർ ഹൈവേയിലൂടെ കുതിച്ചു പാഞ്ഞു. നേരം പുലർന്നപ്പോൾ അഭിനവനെ തന്റെ തല പൊട്ടിപ്പിളരുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവന്റെ കൈകൾ മൃദുലമായൊരു ദേഹത്ത് തട്ടിയത്. അവൻ ഞെട്ടി കണ്ണു തുറന്നു. തൊട്ടരികിൽ ദേവതയെ പോലെ സുന്ദരിയായൊരു പെൺകുട്ടി കിടക്കുന്നു.
താനിത് എവിടെയാണെന്നും തനിക്ക് എന്ത് സംഭവിച്ചെന്നും മനസ്സിലാവാതെ അഭിനവിരുന്നു. ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് അവൻ ഉടുത്തു. അപ്പോഴേക്കും ആ പെൺകുട്ടി ഉറക്കത്തിൽ നിന്നും മെല്ലെ ഉണർന്നു. കണ്ണു തുറന്നതും തൊട്ടുമുന്നിൽ ബെഡ്ഷീറ്റ് ചുറ്റി നിൽക്കുന്ന അഭിനവിനെ കണ്ട് അവൾ പരിഭ്രമിച്ചുപോയി. സൗരവ് മേനോന്റെ സഹോദരി അനന്യയായിരുന്നു ആ പെൺകുട്ടി. ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയാണ് അവൾ മുത്തച്ഛനോടൊപ്പം എമറാൾഡ് ഹോട്ടലിൽ വന്നത്. തലേന്ന് രാത്രി ഓർഡർ ചെയ്തിരുന്ന ഓറഞ്ച് ജ്യൂസ് കുടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ. ഉണർന്നപ്പോൾ അപരിചിതനായ ഒരാൾ മുറിയിൽ. താൻ ആരാ? എങ്ങനെയാ താൻ എന്റെ റൂമിൽ വന്നത്? നിങ്ങൾ എന്നെ എന്താ ചെയ്തേ? അവൾ ഭയപ്പാടോടെ ചോദിച്ചു. അതെ, അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? അഭിനവും പരിഭ്രമത്തോടെ അനന്യയോട് ചോദിച്ചു. അത് കേട്ടതും ദേഷ്യം നിയന്ത്രിക്കാൻ വയ്യാതെ അനന്യ അഭിനവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ തുറന്ന് കുറെ പേർ അകത്തേക്ക് കയറിയത്. പരിഭ്രമത്തോടെ അനന്യ അവിടേക്ക് നോക്കി. ആ കൂട്ടത്തിൽ അവളുടെ സഹോദരൻ സൗരവും മുത്തച്ഛൻ ഹരിദേവനും ഉണ്ടായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ, ഇവള് ശരിയല്ല. എന്നാലും എന്റെ അനു, നിനക്കിത് എങ്ങനെ തോന്നിയടി? നീ നമ്മുടെ മുത്തച്ഛനെ ഓർത്തോ? കേദാർ ഗ്രൂപ്പിനെ ഓർത്തോ? നിന്നെ വിശ്വസിച്ചല്ലേ മുത്തച്ഛൻ എല്ലാം ഏൽപ്പിച്ചത്? എന്നിട്ട് ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് മുത്തച്ഛനെ നാണം കെടുത്തിയില്ല നീ? സൗരവ് സങ്കടം അഭിനയിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ടതും അനന്യ ഭയന്ന് വിറച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി. മുത്തച്ഛ, ഇതൊന്നും വിശ്വസിക്കല്ലേ. ഈ കാണുന്നൊന്നും അല്ല സത്യം. ആരോ എന്നെ ചതിച്ചതാ. എനിക്ക് ഇയാളെ അറിയില്ല. അനന്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. സാർ, ആ കുട്ടി പറയുന്നത് ശരിയാ. എനിക്കും എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ആരോ. അഭിനവ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും മതി എന്ന് ഹരിദേവൻ ആംഗ്യം കാണിച്ചു. അയാൾ ചുറ്റിനും ഒന്ന് നോക്കി. കേദാർ ഗ്രൂപ്പിന്റെ ബിസിനസ് പാർട്ട്നേഴ്സാണ് മുറിക്ക് പുറത്തു നിൽക്കുന്നത്. ഉചിതമായൊരു തീരുമാനം കൈക്കൊണ്ടില്ലെങ്കിൽ കുടുംബത്തിന്റെ മാനം ഇതോടെ തകരും. ഉടനെ ഹരിദേവൻ ചുണ്ടിലൊരു ചിരിയെടുത്തണിഞ്ഞു. അതിനുശേഷം അവിടെ കൂടി നിൽക്കുന്നവരോട് പറഞ്ഞു. വൈകുന്നേരത്തെ മീറ്റപ്പേ പറയാന്നാ വിചാരിച്ചത്. പക്ഷെ എന്ത് ചെയ്യാം, സർപ്രൈസ് പൊളിഞ്ഞു. ഇനി ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. എന്റെ ഗ്രാൻഡ് ഡോട്ടറെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ഇത്. അവര് തമ്മിൽ ഇഷ്ടത്തിലാ. അത് കേട്ടതും അനന്യ ഒരു ഞെട്ടലോടെ മുത്തച്ഛനെ നോക്കി. സാർ, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഹരിദേവനെ യാഥാർത്ഥ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി അഭിനവ് മുന്നോട്ട് വന്നു. ഹരിദേവൻ അഭിനവനെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നു. മിണ്ടിപ്പോവരുത്. കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിച്ചില്ലേ? ഇനി ഞാൻ പറയുന്നത് കേക്ക്. ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാകാതിരിക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ. നീ ഇവളെ കല്യാണം കഴിക്കണം. ഗൗരവത്തോടെ ഹരിദേവൻ അഭിനവനോട് പറഞ്ഞു. നിങ്ങൾക്കൊക്കെ എന്താ ഭ്രാന്താണോ? എന്താ നടന്നെന്ന് പോലും അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ലല്ലോ. അഭിനവ് കയർത്ത് സംസാരിക്കുന്നത് കണ്ട് ഹരിദേവന്റെ ഗുണ്ടകൾ അവനെ അടിക്കാൻ ആരംഭിച്ചു. മതി, ഹരിദേവൻ പറഞ്ഞു. അതോടെ ഗുണ്ടകൾ പിന്തിരിഞ്ഞു. വൈകിട്ടത്തെ ഫംഗ്ഷനിൽ നിങ്ങൾ ഒരുമിച്ച് പങ്കെടുക്കണം. ഇതെന്റെ തീരുമാനമാണ്. ബാക്കി പിന്നെ സംസാരിക്കാം. മുത്തച്ഛൻ പുറത്തേക്ക് പോയ ഉടനെ അനന്യ കരഞ്ഞുകൊണ്ട് ഓടി വന്ന അഭിനവന്റെ മുഖത്തേക്ക് വീണ്ടും അടിച്ചു. ഹു ആർ യു? വൈ ഡിഡ് യു ചീറ്റ് മീ? നീ എന്തിനാ ഇവിടെ വന്നത്? അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. അഭിനവന് വ്യക്തമായി ഒരു മറുപടി ഉണ്ടായിരുന്നില്ല. സത്യമായിട്ട് എനിക്കറിയില്ല, എന്നെ വിശ്വസിക്കേ. അവൻ വീണ്ടും പറയാൻ ശ്രമിച്ചു. എങ്കിലും ഒരു കാര്യം അവന് മനസ്സിലായി. ആരും അവളെ ചതിക്കുകയായിരുന്നു. അതിനിടെ താനും പെട്ടിരിക്കുന്നു. അപ്പോഴേക്കും ഹരിദേവന്റെ ആളുകൾ വന്ന് അഭിനവൻ അവിടെ നിന്നും പിടിച്ചുകൊണ്ടുപോയി. മുറിവുകൾ മരുന്ന് വെച്ച് പരിചരിച്ച ശേഷം അവർ അവനെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. കൃത്യസമയത്ത് പാർട്ടിക്ക് റെഡിയാവണം. ഒരു ഭീഷണി പോലെ അവരിൽ ഒരാൾ പറഞ്ഞു. വഴങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് അഭിനവ് മനസ്സിലാക്കി. പാർട്ടിക്കിടാൻ പറ്റുന്ന തരത്തിൽ ഒരു പഴയ ബ്ലേസർ മാത്രമേ അവന് കിട്ടിയുള്ളൂ. തന്റെ ഷർട്ടിന് മുകളിൽ ആ ബ്ലേസർ അവൻ ധരിച്ചു. സമയമായപ്പോൾ ഹരിദേവന്റെ ആളുകളോടൊപ്പം അവൻ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. ഹരിദേവന്റെ ആളുകൾ അവനെ അനന്യയുടെ അരികിൽ കൊണ്ടെത്തിച്ചു. അനന്യ അഭിനവിനെ പുച്ഛത്തോടെ നോക്കി. ഒരു പഴയ ബ്ലേസറും ധരിച്ച് വിരലിൽ ഒട്ടും ചേർച്ചയില്ലാതെ കിടക്കുന്ന ഒരു മോതിരവിട്ട് കറക്കി കളിക്കുന്നവനെ താൻ എങ്ങനെയാണ് ഒരു ഫിയാൻസിയായിട്ട് പരിചയപ്പെടുത്തുക എന്നോർത്ത് അനന്യയ്ക്ക് ടെൻഷൻ തോന്നി. തന്നെ ഇവിടുത്തെ വാഴത്തോട്ടത്തെ നോക്കൂത്തിയായിട്ട് നിൽക്കാൻ വിളിച്ചതല്ല. അയാളുടെ ഒരു വേഷവും ചേരാത്തൊരു മോതിരവും ഇതൊക്കെ 20 കൊല്ലം മുമ്പത്തെ ഫാഷനാ. ആ മോതിരമെങ്കിലും നൂരിക്കള. അനന്യ ദേഷ്യത്തോട് പറഞ്ഞു. ഈ മോതിരം എന്റെ അച്ഛൻ എനിക്ക് തന്നതാ. ഇത് കളയാൻ പറ്റില്ല. അഭിനവ് അനന്യയോട് പറഞ്ഞു. താൻ എന്തെങ്കിലും ചെയ്യും. എന്തായാലും ഞാൻ നാണം കെടുമെന്ന് ഉറപ്പാ. അനന്യ പല്ലിറുമ്മിക്കൊണ്ട് പിറുപിറുത്തു. പാർട്ടി ഹാളിൽ വൈഷ്ണവിയുടെ പുതിയ ബോയ് ഫ്രണ്ട് ദേവനും ഉണ്ടായിരുന്നു. അവന്റെ മൂക്കിൽ തലേന്ന് അബിയുടെ കൈ പതിഞ്ഞ സ്ഥലത്ത് ഒരു ബാൻഡേജ് ഉണ്ട്. അഭിനവിനെ കണ്ടതും ദേവൻ അവന്റെ അരികിലേക്ക് ഓടി വന്നു. നീ എന്താടാ ഇവിടെ? റോട്ടിൽ കൂടെ തെണ്ടി നടക്കുന്നവർക്ക് കയറി നിറങ്ങാനുള്ളതല്ല ഈ സ്ഥലം, ദേവൻ പറഞ്ഞു. രംഗം കൂടുതൽ വഷളാവണ്ട എന്ന് കരുതി അനന്യ ഇടപെട്ടു. മിസ്റ്റർ ദേവൻ, ഇത് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാ. ഞാൻ വിളിച്ചിട്ട് അയാൾ വന്നത്. അനന്യ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ദേവൻ നിന്നു. അനന്യ, നീ എന്തൊക്കെയായി പറയുന്നേ? ഇവൻ ആരാണെന്ന് നിനക്കറിയോ? ഇവനെ വിവാഹം കഴിക്കാൻ പോവാണെന്നോ? നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ദേവൻ അഭിനവനെ നോക്കി പറഞ്ഞു.
അത് കേട്ടതും അഭിനവ് ചാടി എഴുന്നേറ്റ് ദേവന്റെ കോളറിൽ പിടിച്ചു. നിനക്ക് കെട്ടിയതൊന്നും പോരല്ലടാ. അടുത്ത നിമിഷം ബലിഷ്ഠമായ ഒരു കൈ അഭിനവിനെ തടഞ്ഞു. പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്ന ബിസിനസ്മാൻ വിക്രമായിരുന്നു അത്. SR ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർ. മറ്റുള്ള ബിസിനസ്സുകാരെല്ലാം വിക്രത്തെ ആശ്രയിച്ചാണ് അവരുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടെയുള്ളവരുടെ കാണപ്പെട്ട ദൈവം തന്നെയാണ് വിക്രം. എന്താ ഇവിടെ പ്രശ്നം? വിക്രം അവരെ നോക്കി ചോദിച്ചു. വിക്രം സാർ, ഇവനൊരു ക്രിമിനലാ. അനാവശ്യമായിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുക. അത് കേട്ടതും വിക്രം അഭിനവിനെ മൊത്തത്തിലൊന്ന് നോക്കി. നോക്ക് മിസ്റ്റർ, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് നടക്കുന്നത്. ഒരുപാട് VIP ഗസ്റ്റ് ഒക്കെ വരുന്നതാ. അതിനിടയില് ഇങ്ങനത്തെ ഷോയൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാൻ ഇൻവിറ്റേഷൻ അയച്ചിട്ടില്ലല്ലോ. ഇൻവൈറ്റ് ചെയ്തവർ മാത്രം മതി ഇവിടെ. പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങൾ പുറത്തു പോകണം. ഒട്ടും മയമില്ലാതെ വിക്രം അഭിനവിനോട് ആവശ്യപ്പെട്ടു. അഭിനവ് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാത്തതിനാൽ അത് കേട്ട ഉടനെ അനന്യ പറഞ്ഞു, സോറി സാർ, ഇതിന്റെ ഫിയാൻസിയാ. പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല. ഞങ്ങൾ ഇപ്പൊ തന്നെ പോയേക്കാം. അവൾ അഭിനവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് നടന്നു. അപ്പോഴാണ് വിക്രമിന്റെ കണ്ണുകൾ അഭിനവിന്റെ മോതിരത്തിലെത്തിയത്. ഒരു മിനിറ്റ്, വിക്രം പിന്നിൽ നിന്ന് വിളിച്ചു. അത് കേട്ട് എല്ലാവരും ഒരുമിച്ച് വിക്രമിനെ നോക്കി. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. വിരോധമില്ലെങ്കിൽ ഒന്ന് എന്റെ ക്യാബിനിലേക്ക് വരൂ. വിക്രമിന്റെ സംസാരത്തിൽ വന്ന മാറ്റം കണ്ട് ദേവനും കൂട്ടുകാരും അമ്പരന്ന് പോയി. ഒരു ഡെലിവറി ബോയോട് ഇത്രയും വലിയൊരു മനുഷ്യന് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് അവർ ചിന്തിച്ചു. അപ്പോഴേക്കും വിക്രം അവനെയും കൊണ്ട് അവിടെയുള്ള തന്റെ ഓഫീസ് മുറിയിലേക്ക് നടന്നു തുടങ്ങിയിരുന്നു. മുറിയിൽ കയറി വാതിലടച്ച ശേഷം വിക്രം അവനെ നോക്കി പറഞ്ഞു, നിന്റെ മോതിരം എനിക്ക് ഊരിത്താ. അത് കേട്ടതും അഭിനവിന്റെ നെറ്റി ചുളിഞ്ഞു. എന്തിന്? അവൻ ചോദിച്ചു. എനിക്കതൊന്ന് നോക്കണം. ഞാനിത് മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട്, വിക്രം പറഞ്ഞു. അഭിനവ് സംശയത്തോടെ മോതിരം ഊരി വിക്രമിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. വിക്രം മോതിരം തിരിച്ചും മറിച്ചു നോക്കി. അതിന്റെ ഉൾഭാഗത്ത് T എന്ന അക്ഷരം തിളങ്ങുന്നത് അയാൾ കണ്ടു. ആ തിളക്കത്തോടൊപ്പം ഇടിമിന്നൽ പോലൊരു മുഖം കൂടി അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. വിക്രമിന്റെ ഹൃദയമിടിപ്പ് കൂടി. നിന്റെ അച്ഛന്റെ പേരെന്താ? അയാൾ ചോദിച്ചു. സഞ്ജയ് രജപുത്ര. അത് കേട്ടതും വിക്രം അഭിനവന്റെ മുന്നിൽ അറിയാതെ മുട്ടുകുത്തി. ടൈഗർ, ഒടുവിൽ ഞാൻ അങ്ങേ കണ്ടെത്തിയിരിക്കുന്നു, നിറഞ്ഞ കണ്ണുകളോടെ വിക്രം പറഞ്ഞു. വിക്രമന്റെ നാവിൽ നിന്ന് ടൈഗർ എന്ന് കേട്ടതും അഭിനവ് അമ്പരന്ന് പോയി. തന്റെ അച്ഛൻ വിളിക്കാറുള്ള പേര് ഇയാൾക്ക് എങ്ങനെ അറിയാമെന്ന് അവൻ ചിന്തിച്ചു. കഴിഞ്ഞ 18 വർഷമായി നിന്നെ ഞങ്ങൾ അന്വേഷിക്കുകയാണ്. ഈ കാണുന്നതെല്ലാം നിന്റെയാണ് മോനെ. നിന്റെ അച്ഛൻ സഞ്ജയ് രജപുത്രയുടെ അധ്വാനത്തിന്റെ ഫലം. വിക്രം പറഞ്ഞത് കേട്ട് അഭിനവ് ഞെട്ടിപ്പോയി. ഞാനും നരേന്ദ്രനും നിന്റെ അച്ഛനും കൂടെ കെട്ടിപ്പൊക്കിയതാ MK ഗ്രൂപ്പ്. ഇവിടെ ഞങ്ങൾക്ക് ശത്രുക്കളില്ലായിരുന്നു. നിന്റെ അച്ഛന്റെ പേര് കേട്ടാ മതി എല്ലാവരും വിറയ്ക്കും. പക്ഷേ അദ്ദേഹം പോയതോടെ കാര്യങ്ങളെല്ലാം മാറി. ശത്രുക്കളുടെ എണ്ണവും കൂടി. ഡേവിഡ് തരകൻ എന്നൊരാളുണ്ട്. പണ്ടേ MK ഗ്രൂപ്പിന്റെ ശത്രുവാണ്. ഇപ്പോ അയാൾ നിന്നെ കൊല്ലാൻ നടക്കുക. ഞാനും നരേന്ദ്രനും എപ്പോഴും നിന്റെ അച്ഛന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നോക്ക്, ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുത്ത ഫോട്ടോ. വിക്രം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിലേക്ക് ചൂണ്ടിക്കൊണ്ടു പറഞ്ഞു. അഭിനവന്റെ കണ്ണുകൾ ആ ഫോട്ടോയിൽ എത്തി നിന്നു. അതിലുള്ള ഓരോരുത്തരെയും വിക്രം അവന് പരിചയപ്പെടുത്തി. ഇത് ഞാൻ, നടുക്കുള്ളത് നിന്റെ അച്ഛൻ സഞ്ജയ്, അടുത്ത് നിൽക്കുന്നത് നരേന്ദ്രന്റെ മുഖം കണ്ടതും അഭിനവ് ഞെട്ടിപ്പോയി. കാലം എത്ര കഴിഞ്ഞാലും തനിക്ക് മറക്കാൻ കഴിയാത്ത മുഖം. എപ്പോഴും താൻ കാണുന്ന സ്വപ്നങ്ങളിൽ തെളിഞ്ഞു വരാറുള്ള അതേ മുഖം. തന്റെ അച്ഛനെ ചതിച്ചു കൊന്നവൻ നരേന്ദ്രൻ. അഭിനവന്റെ കണ്ണുകൾ തീക്കനൽ പോലെ ചുവന്നു. അത് കണ്ടതും വിക്രം ചോദിച്ചു, എന്താ മോനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒന്നുമില്ല, നിങ്ങൾ പറഞ്ഞോളൂ, അഭിനവ് പറഞ്ഞു. ഇപ്പോഴിതൊക്കെ നോക്കി നടത്തുന്നത് നരേന്ദ്രന്റെ മോൻ രോഹന. എന്നെങ്കിലും ടൈഗർ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ കാത്തിരുന്നത്. എല്ലാം നീ ഏറ്റെടുക്കണം. സഞ്ജയ് നിർത്തിയിടത്തു നിന്ന് നീ തുടങ്ങണം, വിക്രം പറഞ്ഞു. അഭിനവ് എല്ലാം ശ്രദ്ധിച്ചു കേട്ടു. MK ഗ്രൂപ്പിനെ പറ്റി അവന് മുന്നേ അറിയാം. ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച് കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം തന്നെയാണത്. കൊച്ചിയിലെ എല്ലാ വലിയ സംരംഭങ്ങളിലും MK ഗ്രൂപ്പ് എന്ന ബിസിനസ് ഭീമന്മാരുടെ ഷെയറുണ്ട്. 1000 രൂപ തികച്ചെടുക്കാനില്ലാതിരുന്ന താനാണ് ഇപ്പോൾ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുടെ അധിപനാണെന്ന് പറയുന്നത്. പക്ഷെ അവനെ അലട്ടുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുന്നിലുണ്ട്. അഭിനവ് വല്ലാത്തൊരു ഭാവത്തോടെ ചുമരിലെ ഫോട്ടോയിലേക്ക് നോക്കി. അച്ഛന്റെ വാക്കുകൾ ഇടിമുഴക്കം പോലെ അവന്റെ കാതിൽ മുഴങ്ങി. ടൈഗർ അബി, ആ ചതിയന്റെ മുഖം നീ കണ്ടതല്ലേ? ഓർത്തു വെക്കണം, ഒരിക്കൽ അവൻ നിന്റെ മുന്നിൽ വരും. ടൈഗർ മരിക്കില്ലെന്ന് അന്ന് നീ കാണിച്ചു കൊടുക്കണം. അച്ഛൻ പറഞ്ഞത് സത്യമാവുന്നതായി അഭിനവിന് തോന്നി. നരേന്ദ്രന്റെ ഫോട്ടോയിലേക്ക് നോക്കുന്തോറും അഭിനവന്റെ കണ്ണുകളിൽ പകയാളിക്കൊണ്ടിരുന്നു. എന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനാണ് ഇയാൾ. സുഹൃത്തായി കൂടെ നിന്ന് പിന്നിൽ നിന്ന് കുത്തിയ ചതിയൻ.
ഇയാളോട് പകരം ചോദിച്ചാൽ മാത്രമേ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. ടൈഗറിന്റെ മനസ്സിരമ്പി. ഇത്രയും നാൾ നീ എവിടെയായിരുന്നു മോനെ? അബിയുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് വിക്രം ചോദിച്ചു. എനിക്ക് വേറെ ആരുമില്ലല്ലോ. അച്ഛൻ മരിച്ച ശേഷം ഞാനൊരു ഓർഫനേജിലായിരുന്നു. പഠിച്ചതും വളർന്നതും ഒക്കെ അവിടെയാ. പിന്നെ ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്തു. ഹയർ സ്റ്റഡീസിന് പൈസയൊക്കെ ജോലി ചെയ്ത് ഉണ്ടാക്കേണ്ടി വന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ പോണു. അഭിനവ് പറഞ്ഞു. 5 വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ടു എന്നല്ലാതെ തന്റെ കുടുംബത്തെപ്പറ്റി കൂടുതലൊന്നും അവൻ അറിയില്ല എന്ന് വിക്രമിന് മനസ്സിലായി. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് വിക്രം പറഞ്ഞു, നിന്നെ അന്വേഷിക്കാൻ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല മോനെ. ഞങ്ങളുടെ കയ്യിൽ നിന്റെ ഒരു പഴയ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വെച്ച് എത്ര കാലം നിന്നെ തിരയാൻ പറ്റും? നീ അങ്ങ് വളർന്നു പോയില്ലേ? അഭിനവനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ട് വിക്രം തുടർന്നു. എന്നാലും നീ ഞങ്ങളുടെ സഞ്ജയുടെ മോനല്ലേ? എന്നെങ്കിലും ഒരിക്കൽ നീ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇതൊക്കെ അറിയുമ്പോ രോഹനും സന്തോഷമാകും. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. രോഹന്റെ പേര് കേട്ടപ്പോൾ അഭിനവന് ദേഷ്യം വന്നു. തന്റെ അച്ഛനെ കൊന്നവന്റെ മകൻ ഇതൊക്കെ അറിഞ്ഞ് സന്തോഷിക്കുമെന്ന് അഭിനവന് തോന്നിയില്ല. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ടല്ലോ എന്ന് അവൻ ചിന്തിച്ചു. അങ്കിൾ, എന്റെ അച്ഛൻ എന്നോട് ഈ ഗ്രൂപ്പിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല, അഭിനവ് പറഞ്ഞു. അവൻ നിന്നെ ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്താനാ നോക്കിയത്. പക്ഷെ ഇനിയിപ്പോ അത് പറ്റില്ല. എല്ലാം പഴയതുപോലെ ആവണം. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കണം. സഞ്ജയ് പോയപ്പോൾ ഗ്രൂപ്പ് വിട്ടു പോയവരെല്ലാം തിരിച്ചു കൊണ്ടുവരണം. ദ ഗെയിം ഈസ് സ്റ്റിൽ ഓൺ, വിക്രം പറഞ്ഞു. തന്റെ കൂട്ടുകാരനായ നരേന്ദ്രനാണ് സഞ്ജയിനെ കൊന്നതെന്ന കാര്യം വിക്രമന് അറിയില്ല എന്ന് അഭിനവന് അപ്പോൾ മനസ്സിലായി. വിക്രം തന്റെ ടേബിളിന്റെ വലിപ്പ് തുറന്ന് ഒരു ചെക്ക് പുറത്തെടുത്ത് അതിലൊരു തുക എഴുതി ഒപ്പിട്ടു. ഇത് 50 കോടി രൂപയുടെ ചെക്ക. ഇത് കൈവച്ചോ. ടൈഗറായി ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത് വരെ നിനക്ക് ഈ പണം ഉപയോഗിക്കാം, വിക്രം പറഞ്ഞു. അഭിനവ് വിക്രമിന്റെ കയ്യിൽ നിന്ന് ആ ചെക്ക് വാങ്ങി. തന്റെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നുവെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചെക്ക് ലീഫ് തിരിച്ചു വെച്ചിട്ട് വിക്രം തുടർന്നു. എല്ലാ നീക്കങ്ങളും സൂക്ഷിച്ചു വേണം. നീയാണ് ടൈഗർ എന്ന് തൽക്കാലം ആരും അറിയണ്ട. എല്ലായിടത്തും ശത്രുക്കളുണ്ട്. എല്ലാം പറയാൻ ഒരു നല്ല അവസരം വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. തൽക്കാലം ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ കഴിയുക. അഭിനവ് അത് കേട്ട് തലയാട്ടി. ഇതേ സമയം പുറത്ത് ദേവനും സൗരവും അനന്യയും അക്ഷമരായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം സാർ അവനെ തട്ടിക്കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇത്രയും നേരം വാതിലടച്ചിരിക്കേണ്ട കാര്യം എന്താ? സൗരവ് ചോദിച്ചു. പാവം, സുന്ദരിയായൊരു പെണ്ണിനെ കിട്ടിയിട്ട് ഒരു രാത്രി പോലും അവളോടൊപ്പം കഴിയാനുള്ള യോഗ അവനില്ല, ദേവൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. അവർ തന്നെ കളിയാക്കുകയാണെന്ന് അനന്യയ്ക്ക് മനസ്സിലായി. എങ്കിലും അനന്യയുടെ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അവര് പറഞ്ഞതുപോലെ തന്നെ വിക്രം എന്തിനും മടിക്കാത്ത ആളാണ്. ഒരു മനുഷ്യൻ മരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ ഇവർക്കൊക്കെ സന്തോഷിക്കാൻ പറ്റുന്നത്? അവൾ ചിന്തിച്ചു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? അനന്യ അവരോട് ദേഷ്യപ്പെട്ടു. ഓ, ഞങ്ങളൊന്നും പറയുന്നില്ല. കുറച്ചു കഴിയുമ്പോൾ അവൻ പീസായിട്ട് ചാക്കി കയറി വരും. അപ്പ വിശ്വസിച്ചാ മതി, സൗരവ് പറഞ്ഞു. അത് കേട്ട് ദേവൻ ചിരിച്ചു. പെട്ടെന്ന് വിക്രമിന്റെ മുറിയുടെ വാതിൽ തുറന്നു. വിക്രം അഭിനവനെ കൂട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. അഭിയെ ജീവനോടെ കണ്ടപ്പോൾ ദേവന്റെയും സൗരവിന്റെയും മുഖം വാടി. ഇവൻ ചത്തില്ലേ? ദേവൻ ചോദിച്ചു. അതെ, ഞാനും അത് ആലോചിക്കുന്നു. ഇത്ര നേരം കിട്ടിയിട്ട് അറ്റ്ലീസ്റ്റ് അവന്റെ ഒരു കയ്യെങ്കിലും സാറ് തല്ലി ഒടിക്കാത്തത് മോശമായി പോയി, സൗരവ് പറഞ്ഞു. വിക്രം അഭിനവനെ അവരുടെ മുന്നിലൂടെ സ്റ്റേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവരും വിക്രമിന്റെ കൂടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. ഹായ് ഓൾ, ഇതാണ് മിസ്റ്റർ അഭിനവ്. എൻ്റെ ഒരു പഴയ സുഹൃത്തിന്റെ, അല്ല, എൻ്റെ ഒരു പഴയ ഡ്രൈവറുടെ മകനാണ്. വിക്രം അഭിനവനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. അഭിനവ് വെറും ഒരു ഡ്രൈവറിന്റെ മകനാണെന്ന് കേട്ടപ്പോൾ ദേവനും സൗരവനും സമാധാനമായി. എൻജോയ് ദ പാർട്ടി, വിക്രം പറഞ്ഞു. ശേഷം അയാൾ അഭിനവനെ വിട്ട് ബാക്കിയുള്ള അതിഥികളെ കാണാൻ പോയി. വിക്രം എന്തിനാണ് ഒരു ഡ്രൈവറുടെ മകൻ ഇത്രയും പ്രാധാന്യം നൽകുന്നതെന്ന് ദേവനും സൗരവനും മനസ്സിലായില്ല. അപ്പോഴേക്കും അനന്യ അവന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ നടന്നു വന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? വിക്രം സാറ് കൂട്ടിക്കൊണ്ടു പോയപ്പോ നീ തീർന്നെന്നാ ഞാൻ വിചാരിച്ചത്, അനന്യ പറഞ്ഞു. ഞാൻ ചത്ത നിനക്കെന്താ പ്രശ്നം? നീ എന്തിനാ ടെൻഷനാവുന്നേ? അഭിനവ് അവളെ കളിയാക്കി ചോദിച്ചു. അയ്യോ, എനിക്ക് ടെൻഷനൊന്നുമില്ല. വിക്രം സാറിന്റെ ഒരു രീതി വെച്ച് പറഞ്ഞേ ഉള്ളൂ, അനന്യ പറഞ്ഞു. അപ്പോഴേക്കും സൗരവും ദേവനും അങ്ങോട്ട് വന്നു. അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോടാ, സാറെന്താ പറഞ്ഞേ? ദേവൻ ചോദിച്ചു. അത് കേട്ട് അഭിനവ് അവനെ അടിമുടി ഒന്ന് നോക്കി. ഓ അതോ? പുറത്തിറങ്ങിയ ഉടനെ ദേവനെന്ന് പേരുള്ള ഒരു കഴുത വന്ന് എന്തെങ്കിലും ചോദിക്കും. അവനോടൊന്നും പറയണ്ടെന്നാ സാറ് പറഞ്ഞത്. സംഭവം സത്യമാണെന്ന് ഇപ്പൊ മനസ്സിലായി. ദേവനെ കളിയാക്കിക്കൊണ്ട് അഭിനവ് അവിടെ നിന്നും മാറി. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. കൾച്ചറില്ലാത്ത ഈ ദരിദ്രവസ്ഥ പിടിച്ച് തലയിൽ കയറ്റി വെച്ചവരെ വേണം പറയാൻ. ഇപ്പൊ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ദേവൻ അഭിനവ് കേൾക്കുന്നത് പോലെ തന്നെ ഉറക്കെ പറഞ്ഞു. എന്നിട്ടും അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതോടെ ദേവന്റെ ദേഷ്യം ഇരട്ടിച്ചു. നീ എന്തിനാടാ ടെൻഷൻ ആവുന്നത്?
ഇവനൊക്കെ നമുക്ക് പറ്റിയ ഇരയാണ്. വിട്ടുകളാ. സൗരവ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പാർട്ടി കഴിഞ്ഞപ്പോൾ അഭിനവ് അനന്യയുടെ കാറിൽ കയറി. ഡ്രൈവർ, എന്റെ വീട് ഇവിടെ അടുത്താ. ആദ്യം നമുക്ക് അവിടെ പോകാം. കല്യാണം കഴിഞ്ഞാൽ എവിടേക്കാണ് വരേണ്ടതെന്ന് ചിലരെല്ലാം കാണട്ടെ. അനന്യ കേൾക്കാൻ വേണ്ടി തന്നെയാണ് അവൻ അങ്ങനെ പറഞ്ഞത്. ആ വിചാരം 8 മടക്കി പോക്കറ്റ് വെച്ചോ. നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിനക്ക് സ്വന്തമായിട്ട് വീട് പോയിട്ട് ഒരു തൊഴുത്ത് പോലും ഉണ്ടാവില്ലെന്ന്. ഡ്രൈവർ, ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്യ്, എന്നിട്ട് ഇയാളെ എവിടെയാന്ന് വെച്ച് കൊണ്ടാക്കിക്കോ. അനന്യ ദേഷ്യത്തോടെ പറഞ്ഞു. അച്ചോടാ, ഇതൊന്നും എന്റെ തീരുമാനമല്ലല്ലോ മുത്തേ. നിന്റെ മുത്തച്ഛൻ തന്നെയല്ലേ നിന്നെ കെട്ടണം എന്നോട് പറഞ്ഞത്. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോകും. അതിപ്പോ വാടക വീടായാലും ശരി, തൊഴുത്തായാലും ശരി, അഡ്ജസ്റ്റ് ചെയ്തോണം. അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ ഓവർ സ്മാർട്ട്നെസ് ഒന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛന്റെ വാക്ക് ധിക്കരിക്കാൻ ഞങ്ങൾക്കാർക്കും പറ്റില്ല. അല്ലെങ്കിൽ ശരിയാക്കി തന്നേനെ നിന്നെ. എന്നെ ചതിച്ചവനാ നീ. ഇനി എന്റെ കഷ്ടകാലത്തിന് നിന്റെ കൂടെ താമസിക്കണമെന്നെങ്ങാനും മുത്തച്ഛൻ പറഞ്ഞ ഞാൻ നിന്റെ വീട്ടിലേക്കല്ല, നീ എന്റെ വീട്ടിലേക്ക് വരും. അതും വെറും ഒരു ജോലിക്കാരനെ പോലെ. അങ്ങനെ നിന്നാ മതി, മനസ്സിലായല്ലോ? അനന്യ പറഞ്ഞു. അത് കേട്ട് അഭിനവ് ചിരിച്ചതേ ഉള്ളൂ. നീ എങ്ങനെ എന്റെ ബെഡിലെത്തിയത്? അനന്യ ദേഷ്യത്തോടെ ചോദിച്ചു. ഇത് തന്നെയല്ലേ ഞാനും രാവിലെ മുതൽ നിന്നോട് ചോദിക്കുന്നത്. എനിക്കറിയില്ല. ഇമാതിരി വൃത്തികെട്ട പണി ചെയ്യുന്ന ശത്രുക്കളൊന്നും എനിക്കില്ല. ഇത് നിനക്കുള്ള കൊട്ടേഷനാ. അപ്പോൾ നീ തന്നെയാ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. അഭിനവ് പറഞ്ഞത് കേട്ട് ദേഷ്യം വന്ന അനന്യ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ കാർ അനന്യയുടെ വീട്ടിലെത്തി. അഭിനവിനൊന്ന് നോക്കുക പോലും ചെയ്യാതെ വാതിൽ ശക്തമായി അടച്ച് അനന്യ വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അവനെയും കൊണ്ട് കാറ് മുന്നോട്ട് നീങ്ങി. അഭിനവന്റെ കണ്ണുകൾ തന്റെ മോതിരത്തിലെത്തി നിന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആരും എന്നെ തിരിച്ചറിയില്ലായിരുന്നു. ഒരു നെടുവീർപ്പോടെ അവൻ ആ മോതിരം തന്റെ ചുണ്ടോട് ചേർത്തു. വൈകാതെ കാർ അവന്റെ വീട്ടിലെത്തി. അടുത്ത ദിവസം അലാറം മുഴങ്ങിയപ്പോൾ അഭി വീണ്ടും അതേ സ്വപ്നം കാണുകയായിരുന്നു. ഞെട്ടി എഴുന്നേറ്റ അവൻ മനസ്സിലേക്ക് തലേന്ന് വിക്രം പറഞ്ഞതെല്ലാം ഓടി വന്നു. തന്റെ അച്ഛന്റെ കമ്പനി ഇത്രയും വർഷങ്ങൾ നിലനിർത്തിയതിന് അവൻ വിക്രമനോട് മനസ്സിൽ നന്ദി പറഞ്ഞു. വാച്ചിലേക്ക് നോക്കി അഭിയുടെ ഭാവം മാറി. ജോലിക്ക് പോകാൻ നേരമായിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് എങ്ങനെ ജീവിച്ചുവോ അതുപോലെ തന്നെ തുടരേണ്ടതുണ്ട്. അഭിനവ് വേഗം എഴുന്നേറ്റ് റെഡിയായി. സിറ്റി ട്രാഫിക്കിൽ 1 മണിക്കൂർ ബൈക്ക് ഓടിച്ച് അവൻ തന്റെ ഓഫീസിലെത്തി. അപ്പോഴാണ് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് ഹരീഷ് അവനെ കണ്ടത്. പഴയ സഹപാഠിയായിരുന്നു എങ്കിലും അവിടെ അഭിനവിനേക്കാൾ ഉയർന്ന പോസ്റ്റാണ് ഹരീഷിന്. ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹരീഷ്. അയാൾക്ക് കീഴ്ജീവനക്കാരുടെ പുച്ഛമാണ്. കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് അവരെ കളിയാക്കാൻ ഹരീഷിന് വലിയ ഇഷ്ടമാണ്. ഹലോ ഡെലിവറി ബോയ്, ഹരീഷ് ഉറക്കെ വിളിച്ചു. അഭി കൂട്ടുകാരനാണെന്ന ഭാവമൊന്നും ഹരീഷിനില്ല. തരം കിട്ടുമ്പോഴെല്ലാം അവൻ അഭിയെ അപമാനിക്കും. ബോസ് നിന്റെ അകത്ത് കാത്തിരിക്കുന്നുണ്ട്. ഇന്നലെ എവിടെ പോയി കിടക്കായിരുന്നാ നീ? നിന്റെ അച്ഛന്റെ കല്യാണമായിരുന്നോ? അവനെ കളിയാക്കിക്കൊണ്ട് ഹരീഷ് ചോദിച്ചു. പക്ഷെ അത് കേട്ടതോ അഭിയുടെ ചോര തളച്ചു. അവൻ മുഷ്ടി ചുരുട്ടി. തനിക്ക് വരാനാവില്ല എന്ന് അഭി ഈ പ്രശ്നങ്ങൾക്കിടയിലും ഹരീഷിനെ വിളിച്ചു പറഞ്ഞിരുന്നു. തന്റെ ലീവ് ഹരീഷ് മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്യാത്തതാണെന്നും അവനറിയാം. ഒന്നും മിണ്ടാതെ അഭി ബോസിന്റെ ക്യാബിനിലേക്ക് നടന്നു. ഗുഡ് മോർണിംഗ് സാർ. ക്യാബിന്റെ ഡോർ പതിയെ തുറന്നുകൊണ്ട് അഭിനവ് പറഞ്ഞു. അത് കേട്ടതും കണക്കുകൾ പരിശോധിക്കുകയായിരുന്ന ബോസ് അവനെ ദേഷ്യത്തോടെ നോക്കി. അയാൾ അവനോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. എന്തിനാണാവോ ഇന്ന് സാർ എഴുന്നള്ളിയത്? ബോസ് ചോദിച്ചു. ആ ചോദ്യത്തിന്റെ അർത്ഥം അഭിനവിന് മനസ്സിലായില്ല. എന്താ സാർ? അവൻ ചോദിച്ചു. അല്ല, ഇവിടത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് സാറാണല്ലോ. അതുകൊണ്ടാണല്ലോ തോന്നിയ പോലെ വരവും പോക്കും. ഇന്നലെ ഇവിടെ എത്ര ഡെലിവറിയാ നീ ഒറ്റ ഒരുത്തം വരാത്തത് കാരണം മുടങ്ങിയെന്നറിയോ? തന്റെ മേശപ്പുറത്ത് ദേഷ്യത്തോടെ ഇടിച്ചുകൊണ്ട് ബോസ് പറഞ്ഞു. പക്ഷെ സാർ, എനിക്ക് മാസത്തിൽ 1 ക്യാഷ് ലീവ് ഇല്ലേ? ഞാൻ ഇതിനു മുമ്പ് ലീവൊന്നും എടുത്തിട്ടില്ല. പിന്നെ വരില്ലെന്ന് ഞാൻ ഹരീഷ് സാറിനെ അറിയിച്ചിരുന്നു. ഒരു അത്യാവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ. അഭിനവ് പറഞ്ഞു. നിനക്ക് ലീവ് തരണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ലീവ് എടുക്കാൻ ഇത് നിന്റെ അച്ഛന്റെ കമ്പനിയൊന്നുമല്ല. അച്ഛനെ പറഞ്ഞപ്പോൾ അഭിനവിന് ദേഷ്യം ഇരച്ചു കയറി. അവൻ ബോസിനെ തുറിച്ചു നോക്കി. എന്താണാ നോക്കി പേടിപ്പിക്കുന്നേ? ഗുരുതരമായ വീഴ്ചയാ ഉണ്ടായത്. ഇനി നിന്റെ സേവനം ഇവിടെ വേണ്ട. പകരം ഞാൻ വേറെ ആളെ വെച്ചു. കൂടും കിടക്കൊക്കെ എടുത്ത് സ്ഥലം വിട്ടോ, ബോസ് പറഞ്ഞു. അത് കേട്ട് അഭിനവിന് ഞെട്ടലൊന്നും ഉണ്ടായില്ല. നിസ്സാര കാര്യത്തിന് ആളുകളെ പറഞ്ഞു വിടുന്നത് അവിടെ പുതുമയുള്ള കാര്യമല്ല. എപ്പോൾ വേണമെങ്കിലും തന്റെ ജോലിയും നഷ്ടപ്പെടാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അഭിനവ് അവിടെ തുടർന്നിരുന്നത്. ശരി സാർ, ഇതുവരെയുള്ള സാലറി തന്ന ഞാൻ പൊയ്ക്കോളാം, അഭിനവ് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എന്തോ? എങ്ങനെ? ഇന്നലെ നീ കാരണം കമ്പനിക്കുണ്ടായ നഷ്ടം ഈ മാസത്തിൽ നിന്റെ മുഴുവൻ ശമ്പളം തന്നാലും തീരില്ല. കണക്ക് നോക്കിയാൽ നീ ഇങ്ങോട്ട് തരേണ്ടി വരും പൈസ. എന്റെ ഒരു മര്യാദ വെച്ച് അത് ഞാൻ ചോദിക്കുന്നില്ല. മിണ്ടാതെ സ്ഥലമിടാൻ നോക്ക്, ബോസ് പറഞ്ഞു. സാർ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്ത ജോലിക്കുള്ള കൂലി കിട്ടാതെ ഞാൻ പോവില്ല. സാലറി നിങ്ങളുടെ ഔദാര്യമൊന്നുമല്ല, എന്റെ അവകാശമാണ്. അഭിനവിന്റെ ശബ്ദം ഉറച്ചതായിരുന്നു. അത് കേട്ട് ബോസ് പുച്ഛത്തോടെ ചിരിച്ചു.
കിട്ടാതെ നീ പോവില്ല അല്ലേ? ശരി, തന്നേക്കാം. അത് പറഞ്ഞ് അയാൾ മേശപ്പുറത്തിരുന്ന് ബെല്ലടിച്ചു. അടുത്ത നിമിഷം മുറിയുടെ വാതിൽ തുറന്ന് 4 ഗുണ്ടകൾ അകത്തേക്ക് വന്നു. ഈ സാറിന് ശമ്പളം വേണോത്രേ, കൊടുത്തു വിട്ടേക്ക്, ബോസ് കണ്ണിറുക്കിക്കൊണ്ട് അവരോട് പറഞ്ഞു. അത് കേട്ടതും അവരിൽ ഒരാൾ അവന്റെ ടീഷർട്ട് പിടിക്കാൻ ആഞ്ഞു. മിന്നൽ പോലെ അബി ആ കൈ തടഞ്ഞു. ഉടൻ തന്നെ 4 പേരും അവനെ ആക്രമിക്കാനായി ചെന്നു. അടുത്ത നിമിഷം അബി മുന്നിലുള്ളയാളുടെ തോളിലൂടെ കൈ ചേർത്ത് അയാളെ വലിച്ചു. അയാൾ ബോസിന്റെ മേശപ്പുറത്തേക്ക് കറങ്ങി വീണു. അവൻ ഉടനെ തന്നെ മറ്റുള്ളവരെ നേരിടാനായി റെഡിയായി നിന്നു. അവന്റെ ചലനങ്ങൾ പരിശീലനം സിദ്ധിച്ച ഒരു കിക്ക് ബോക്സറുടേതിന് സമാനമായിരുന്നു. വൈകാതെ തന്നെ ബോസിന്റെ 4 ഗുണ്ടകളും അഭിനവന്റെ അടി കൊണ്ട് വീണു. മനോഹരമായി ഇന്റീരിയർ ചെയ്തിരുന്ന ആ ക്യാബിൻ നിമിഷം നേരം കൊണ്ട് യുദ്ധക്കളം പോലെയായി മാറി. താഴെ വീണ് കിടക്കുന്ന തടിയന്മാരെ നോക്കിക്കൊണ്ട് ബോസ് നിന്ന് വിറച്ചു. അവരെ ഇത്ര എളുപ്പത്തിൽ അഭിനവനെ പോലെ ഒരാൾക്ക് എങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴേക്കും അഭിനവ് ബോസിന്റെ മുന്നിലെ കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് മേശപ്പുറത്ത് മെല്ലെ തട്ടിക്കൊണ്ട് ഒരു വല്ലാത്ത നോട്ടത്തിൽ അവൻ പറഞ്ഞു, സാറേ, സാലറി കിട്ടാതെ ഞാൻ പോവില്ല. ഭയന്നുപോയ ബോസ് ഡ്രോയിൽ നിന്ന് ചെക്കെടുത്ത് അതിൽ തുക എഴുതി വിറയ്ക്കുന്ന കൈകളുടെ അഭിനവിന് നൽകി. അവൻ ചെക്ക് വാങ്ങി ചുറ്റിനും ഒന്ന് നോക്കി. 1 മാസത്തെ സാലറിയിൽ തീരാത്ത നാശനഷ്ടങ്ങൾ ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ സാറ് മട്ടാഞ്ചേരിക്ക് വന്നാൽ മതി, നമുക്ക് കണക്ക് അവിടെ വെച്ച് തീർക്കാം. അഭിനവിന്റെ സംസാരം അധികാര സ്വരത്തിലായിരുന്നു. അത് കേട്ട് ബോസ് ഭയന്ന് വിറച്ചുപോയി. ക്യാബിനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും എന്തോ ഒരു കടം ബാക്കിയുള്ളതുപോലെ അവന് തോന്നി. അഭിനവ് ഫോൺ എടുത്ത് ഒരിക്കൽ കൂടി വിക്രമിനെ വിളിച്ചു. എന്താ മോനെ? വിക്രം ചോദിച്ചു. അങ്കിൾ, ഞാൻ ബൽറാം സാറിനെ നേരിട്ട് കാണുന്ന നിർബന്ധമാണ്. എനിക്ക് ഇത്രയും വലിയ ആളുകളെ ഡീൽ ചെയ്തുള്ള പരിചയമില്ല. അഭിനവ് പറഞ്ഞു. മോനെ, ബൽറാം സാറല്ല, ബൽറാം, അങ്ങനെ വേണം വിളിക്കാൻ. നീ ഇപ്പൊ വെറും അഭിനവല്ല, യു ആർ അവർ ടൈഗർ. നിന്നെ എല്ലാവരും ബഹുമാനിക്കേണ്ടത്. സോ ബി ബ്രേവ്. നമുക്ക് വൈകുന്നേരം കാണാം. ഇത്രയും പറഞ്ഞ് വിക്രം ഫോൺ കട്ട് ചെയ്തു. വിക്രമന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിനവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അവൻ നേരെ തന്റെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയതും അവനൊരു പിസ്സ ഓർഡർ ചെയ്ത് നേരെ കിടക്കയിലേക്ക് വീണു. ഈ മുറിയിൽ അത്രയും സമാധാനത്തോടെ ഇതിനു മുമ്പ് അവൻ കിടന്നിട്ടില്ലെന്ന് അവന് തോന്നി. ജീവിതം ഇതുവരെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയായിരുന്നു. ഇതുപോലെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ വൈകുന്നേരം വരെ പണിയെടുക്കണമായിരുന്നു. സമാധാനമില്ലാത്ത നാളുകൾ അവസാനിച്ചു എന്ന് അഭിനവ് കരുതി. പക്ഷേ ടൈഗറിനെ തേടി വരാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് അവൻ അറിയില്ലായിരുന്നു. സാർ, ഡെലിവറി. അല്പനേരം ചിന്തിച്ചു കിടന്നപ്പോഴാണ് പുറത്തുനിന്ന് ഒരു ചെറുപ്പക്കാരന്റെ ശബ്ദം കേട്ടത്. അവൻ പുറത്തേക്ക് വന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ ഡെലിവറി ബോയ് ഒരു സ്റ്റുഡന്റ് ആണെന്ന് അവന് മനസ്സിലായി. അബി തന്നെയാണ് അയാളിൽ കണ്ടത്. പുഞ്ചിരിയോടെ അവൻ പണം കൊടുത്ത് ആ പിസ്സ വാങ്ങി. സാറേ, 500 രൂപയാ ബില്ല്, ഇത് കൂടുതലുണ്ടല്ലോ, ഡെലിവറി ബോയ് പറഞ്ഞു. അവൻ ബാക്കി അഭിനവിന്റെ നേരെ നീട്ടി. വെച്ചോടാ, എന്റെ ഒരു സന്തോഷത്തിനാന്ന് വിചാരിച്ചാൽ മതി, അഭിനവ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമർ സ്വന്തം കൂട്ടുകാരനെ പോലെ പെരുമാറുന്നതെന്ന് ആ ഡെലിവറി ബോയ് ഓർത്തു. താങ്ക് യു സാർ, ദിവസം മുഴുവൻ ഓടിയാലാ ഇത്രയൊക്കെ പൈസ കിട്ടുന്നത്, അവൻ പറഞ്ഞു. നീ വല്ലതും കഴിച്ചോ? ഇല്ലേ നമുക്ക് ഷെയർ ചെയ്യാം. അവന്റെ അവസ്ഥ ശരിക്കും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അബി അങ്ങനെ ചോദിച്ചത്. വേണ്ട സാർ, എനിക്ക് വേറൊരു ഓർഡർ കൂടിയുണ്ട് എന്ന് നന്ദിപൂർവ്വം പറഞ്ഞ ശേഷം ഡെലിവറി ബോയ് ഇറങ്ങി. അഭിനവ് വൈഷ്ണവയെ പറ്റി ഓർത്തു. ഈ ചെറിയ വീട്ടിലേക്ക് അവളെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് അത്യാവശ്യം സൗകര്യമുള്ള മറ്റൊരു വാടക വീട് അവൻ അന്വേഷിച്ചത്. അഡ്വാൻസ് കൊടുക്കാനുള്ള പണം ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു. എല്ലാ ആഗ്രഹങ്ങളും ഉള്ളിലൊതുക്കി കിട്ടുന്ന ഓരോ രൂപയും ഉറും പരിമണി ശേഖരിക്കുന്നത് പോലെ അവൻ കൂട്ടിവെച്ചു. എന്നിട്ടോ പണം കണ്ടപ്പോ അവൾ വേറൊരുത്തന്റെ പിന്നാലെ പോയി. അഭിനവിന് വല്ലാത്ത വിഷമം തോന്നി. അർഹതയില്ലാത്ത ആർക്കു വേണ്ടിയും ഇനി തന്റെ ജീവിതം വേസ്റ്റ് ആക്കില്ല എന്നവൻ തീരുമാനിച്ചു. വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വൈകുന്നേരത്തെ മീറ്റിംഗിന് പോകാനായി ഒരു ഗ്രേ കളർ ഷർട്ടും ബ്ലാക്ക് പാന്റും അവൻ വാങ്ങിവെച്ചിരുന്നു. വൈകിട്ട് വിക്രം പറഞ്ഞ സമയത്ത് തന്നെ അവൻ ആ ലൊക്കേഷനിലെത്തി. ഹോട്ടൽ സഫയർ പുറത്തുനിന്ന് കണ്ടതും അഭിനവ് ആകെ അത്ഭുതപ്പെട്ടു. ഇത്രയും വലിയൊരു ഹോട്ടൽ അടുത്തുനിന്ന് കാണാൻ പോലുമുള്ള അർഹത അവൻ ഇതുവരെ ഇല്ലായിരുന്നു. അഭിനവ് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ഹോട്ടലിനുള്ളിലേക്ക് കടന്നു. ഏയ്! അവൻ അകത്തേക്ക് കടന്നതും പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടു. ഒരു സെക്യൂരിറ്റി ഓഫീസർ അവന്റെ നേരെ ഓടി വരുന്നത് അവൻ കണ്ടു. എങ്ങോട്ടാണോ ഈ തള്ളി കയറി പോകുന്നേ? സെക്യൂരിറ്റി ഓഫീസർ ദേഷ്യത്തോടെ ചോദിച്ചു. ചേട്ടാ, എനിക്കിവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, അഭിനവ് മറുപടി പറഞ്ഞു. അത് കേട്ടതും അവനെ അടിമുടിയൊന്ന് നോക്കിയിട്ട് സെക്യൂരിറ്റി ഓഫീസർ ഉറക്കെ ചിരിച്ചു. മീറ്റിംഗോ? നിനക്കോ? ഈ വേഷത്തിലാണോ മീറ്റിംഗ്? മോനെ, തമാശ കളിക്കാതെ പോ, അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല, അയാൾ പറഞ്ഞു. ഈ വേഷത്തിന് എന്താ ഏട്ടാ പ്രശ്നം? എന്റെ ഗസ്റ്റ് അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ സമയം വെറുതെ കളയല്ലേ, അഭിനവ് പരിഭ്രമത്തോടെ സെക്യൂരിറ്റി ഓഫീസറോട് പറഞ്ഞു. എന്നാൽ അവനെ കണ്ടിട്ട് അത്തരമൊരു ഹോട്ടലിൽ ഒരു ബിസിനസ് മീറ്റിന് വന്നയാളെ പോലെ അയാൾക്ക് തോന്നിയില്ല. വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമാണ് അത്രയും വലിയ ഹോട്ടലിൽ ഡിസ്കഷൻ നടത്താറുള്ളത്. എല്ലാവർക്കും ബ്രാൻഡഡ് സൂട്ടും മറ്റും ഒക്കെ ഉണ്ടാകും. നോക്ക്,
നിന്നെ പോലുള്ളവരെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ വലിഞ്ഞു കയറി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കലല്ല നിന്റെയൊക്കെ ഹോബി. അതെന്തായാലും ഇവിടെ നടക്കില്ല. മര്യാദയ്ക്ക് പോകാൻ നോക്ക്. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ചേട്ടാ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്റെ പേര് ഇവിടുത്തെ ഗസ്റ്റ് ലിസ്റ്റ് കാണും. നിങ്ങൾ അതൊന്ന് നോക്ക്. വേഷം നോക്കിയാണോ നിങ്ങൾ ആളെ ഇളക്കുന്നത്? അഭിനവ് ചോദിച്ചു. എടാ കൊച്ചനെ, തോന്നും പോലെ കയറി ഇറങ്ങാൻ ഈ ഹോട്ടലിൽ നിന്റെ അച്ഛന്റെ വകയൊന്നും അല്ല. വെറുതെ അടി മേടിക്കാതെ പോ. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. അവിടെ വെച്ചൊരു പ്രശ്നം ഉണ്ടാക്കിയ ആളുകളുടെ ശ്രദ്ധ അവിടേക്ക് തിരിക്കാൻ അബി ആഗ്രഹിച്ചില്ല. അബി ഉടനെ തന്നെ ഫോൺ എടുത്ത് വിക്രമിനെ വിളിച്ചു. ആ മോനെ, നീ എവിടെ എത്തി? വിക്രം ചോദിച്ചു. അങ്കിൾ, ഞാൻ ഈ ഹോട്ടലിന് മുന്നിലുണ്ട്. നമ്മുടെ റൂം നമ്പർ എത്രയെന്ന് പറ, ഞാൻ അങ്ങോട്ട് വരാം. അഭിനവ് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം ഒന്ന് ചിരിച്ചു. മോനെ, ഈ ഹോട്ടൽ തന്നെ നമ്മുടെയാ. ഇവിടെ നമുക്ക് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നീ റിസപ്ഷനിൽ ചെന്ന് ഏതെങ്കിലും ഒരു സ്യൂട്ട് റൂമിന്റെ കീ എടുത്ത് അവിടെ പോയി വെയിറ്റ് ചെയ്യ്. ഞാൻ അങ്ങോട്ട് വന്നോളാം. വിക്രം പറഞ്ഞു. അങ്കിളെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് അകത്തേക്ക് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ സെക്യൂരിറ്റി എന്നെ പോലുള്ളവരെ അകത്ത് കയറ്റില്ലെന്നാ പറയുന്നത്. അഭിനവ് ഒരു അല്പം മടിയോടെ പറഞ്ഞു. ഇത് കേട്ടതും വിക്രമിന്റെ ശബ്ദം കനത്തു. ഏത് സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞത്? ഒരു 10 മിനിറ്റ്, ഞാൻ ദാ വരുന്നു. അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, വിക്രം പറഞ്ഞു. അഭിനവ് ഫോണിൽ സംസാരിക്കുന്നത് ആ സെക്യൂരിറ്റി ഓഫീസർ കേൾക്കുന്നുണ്ടായിരുന്നു. മനഃപൂർവ്വം അവ നടത്തിയൊരു നാടകമാണതെന്നായിരുന്നു അയാൾ വിചാരിച്ചത്. എന്തോ നാടായത്? നീ വേഷം കെട്ടിറക്കുവാണോ? നീ ഫോൺ ചെയ്യുന്നതായിട്ട് അഭിനയിച്ചാ കണ്ട് പേടിച്ച് നിന്നെ ഞാൻ അകത്തേക്ക് വിടുമെന്ന് വിചാരിച്ചോ? നമ്പർ ഇറക്കാൻ നിൽക്കാതെ നീ സ്ഥലം വിട്, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. അയാൾ അഭിനവനെ അവിടെ നിന്നും തള്ളി പുറത്തേക്കിറക്കി. അപ്പോഴാണ് അവരുടെ പുറകിൽ നിന്നൊരു ശബ്ദം കേട്ടത്. വൈഷ്ണവി, ദേ നിന്റെ എക്സ് അവിടെ വന്ന് നിൽക്കുന്നു. ശബ്ദം കേട്ട് അഭിനവ് തിരിഞ്ഞു നോക്കി. അത് വൈഷ്ണവിയും ദേവനുമായിരുന്നു. ദേവൻ, പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടില്ലേ, അവൻ എൻ്റെ എക്സ് ഒന്നുമല്ല. ഇതുപോലെ കാൽക്കാശിന് ഗതിയില്ലാത്തവരെ ബോയ് ഫ്രണ്ട് ആക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല, വൈഷ്ണവി ചൊടിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറഞ്ഞത് അഭിനവ് കേട്ടു. അവൻ വൈഷ്ണവിയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. കാൽക്കാശിന് ഗതിയില്ലാത്തവരെ നീ ബോയ് ഫ്രണ്ട് ആക്കില്ലല്ലേ വൈഷ്ണവി? എന്നാൽ ഈ കാൽക്കാശിന് ഗതിയില്ലാത്തവൻ നിനക്കൊരു ഉപദേശം തരാം. ആളുകളുടെ പോക്കറ്റിനെ കനം നോക്കി സുഹൃത്തിനെയും ബോയ് ഫ്രണ്ടിനെയും തിരഞ്ഞെടുക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, ഇത് നിന്നെ നിന്റെ നാശത്തിലെത്തിക്കും. ഞാനാ പറയുന്നത്. അഭിനവ് പറയുന്നത് കേട്ട് വൈഷ്ണവ് കൈയടിച്ചുകൊണ്ട് അവനെ നോക്കി കളിയാക്കി ചിരിച്ചു. മാസ് ഡയലോഗ്, ആരും കേൾക്കണ്ട. കേട്ടാ നിന്നെ പിടിച്ച സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കും. അഭിനവ് അത് കേട്ടത് ഒന്നും മിണ്ടാതെ നിന്നു. അല്ല, നീ എന്താ ഇവിടെ? കുടിച്ചു ബോധമില്ലാതെ വഴുതേറ്റ് വന്നതാണോ? ദേവൻ ചോദിച്ചു. വിക്രം സാർ വിളിച്ചിട്ട് വന്നതാ, അഭി പറഞ്ഞു. അത് കേട്ടതും ദേവന്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഓ, നീ അങ്ങേരുടെ ഏതോ ഡ്രൈവറുടെ മോനാണല്ലോ. സത്യം പറയടാ, ആ വഴിക്ക് വല്ല ജോലിയും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നതല്ലേ? എന്നിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുന്നു. വിക്രം സാർ വിളിച്ചത്രേ, ദേവൻ പറഞ്ഞു. ഇവൻ വന്നപ്പോ തുടങ്ങിയാ സാറേ അഭിനയം. തലയ്ക്ക് സുഖമില്ലാത്ത ചെറുക്കനാണെന്ന് തോന്നുന്നു. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞത് കേട്ട് ദേവനും വൈഷ്ണവിയും ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് അവിടേക്ക് കറുത്ത നിറത്തിലുള്ള ഒരു ലക്ഷറി കാർ വന്ന് നിന്നത്. എല്ലാവരുടെയും ശ്രദ്ധ ഉടൻ അവിടേക്കായി. കാറിൽ നിന്ന് വിക്രം പുറത്തേക്കിറങ്ങി. ഒപ്പം മറ്റൊരാളും. 6 അടി പൊക്കത്തിൽ ആരോഗ്യ ദൃഢഗാത്രനായ ഒരാൾ, ബൽറാം. പ്രശസ്തമായൊരു ടെക്സ്റ്റൈൽസ് കമ്പനി ഓണറും MK ഗ്രൂപ്പിന്റെ ശക്തമായ ഒരു തൂണുമാണ് അയാൾ. ഫോട്ടോയിൽ കാണുന്നതിനേക്കാൾ എടുപ്പ് അയാളെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടെന്ന് അഭിനവിന് തോന്നി. എന്താ ഇവിടെ ഒരു ബഹളം? വിക്രം അവരുടെ അരികിലേക്ക് വന്ന് സെക്യൂരിറ്റി ഓഫീസറോട് ചോദിച്ചു. ഇതേ സമയം ബൽറാം കാറിനടുത്ത് നിന്ന് ഫോണിൽ സംസാരിക്കുമായിരുന്നു. സോറി സാർ, ഈ നിൽക്കുന്നവൻ എവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത്? അവന്റെ കോലം കണ്ടില്ലേ? അകത്ത് കയറണമെന്നും പറഞ്ഞായിരുന്നു സാർ ബഹളം. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഇവൻ ഏതോ ഫ്രോഡാണ് സാറേ, സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു. ഷടാ, എന്താണോ താൻ പറഞ്ഞത്? ഇവൻ ഫ്രോഡാണെന്നോ? എന്റെ ഗസ്റ്റിനോട് ഇങ്ങനെ പെരുമാറാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇനി തന്നെ ഈ ഹോട്ടലിന്റെ പരിസരത്ത് പോലും കാണരുത്. കിട്ടാനുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് പൊക്കോണേ ഇവിടുന്ന്. വിക്രമിന്റെ ഭാവം മാറ്റം കണ്ട് സെക്യൂരിറ്റി ഓഫീസർ ഭയന്നു. അവിടെ നിന്ന് വൈഷ്ണവിയും ദേവന്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഇനിയും ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്ന് ഭയന്ന് ദേവൻ വൈഷ്ണവിയും കൊണ്ട് അവിടെ നിന്ന് ഓടി. വൈഷ്ണവിയുടെ കണ്ണുകളിലെ ഭാവം കണ്ട് അഭിനവ് പുച്ഛത്തോടെ ചിരിച്ചു. സോറി ടൈഗർ, ആ ഇഡിയറ്റിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, വിക്രം പറഞ്ഞു. അതിന്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ അയാൾക്കൊരു തെറ്റുപറ്റിയതല്ലേ. ഇതുപോലുള്ള എത്രയോ ആളുകളെ ഞാൻ ദിവസവും കാണുന്നതാ. എനിക്കിതൊന്നും ഒരു വിഷയമല്ല. അയാളെ ട്രെയിനിങ് സെന്ററിലേക്ക് തിരിച്ചുവിട്ടാൽ മതി. കസ്റ്റമേഴ്സിനോട് എങ്ങനെ പെരുമാറണമെന്ന് ഒന്നുകൂടെ പഠിച്ചിട്ട് വരട്ടെ. അഭിനവ് പറഞ്ഞത് കേട്ട് വിക്രം ചിരിച്ചു. അഭി ആ സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് ചെന്നു. താനെന്താ പറഞ്ഞേ? ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വകയാണെന്ന്? എന്നാ കേട്ടോ, ഈ ഹോട്ടൽ എൻ്റെ അച്ഛൻ്റെ വക തന്നെയാ. വേഷം നോക്കിയല്ല ആളുകളെ അളക്കേണ്ടത്. ഇത് ഓർത്തു വെച്ചോ. അവൻ പറഞ്ഞത് കേട്ട് അയാൾ ഭയന്നുപോയി. അയാൾക്കപ്പോഴും അവൻ ആരാണെന്ന് മനസ്സിലായില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന പയ്യൻ വിക്രം സാറിന്റെ സുഹൃത്തായത് എങ്ങനെയെന്നോർത്ത് അയാൾ അത്ഭുതപ്പെട്ടു. വിക്രം അഭിനവിനെ തന്നോടൊപ്പം അകത്തേക്ക് കൂട്ടി. അവരുടെ പുറകെ ബൽറാമും ഉണ്ടായിരുന്നു.
വിക്രം അഭിനവിനെ ഒരു ലക്ഷറി റൂമിന്റെ ഉള്ളിലേക്കാണ് കൊണ്ടുപോയത്. അവർ റൂമിന്റെ അകത്തേക്ക് പ്രവേശിച്ചതും മറ്റൊരു സെക്യൂരിറ്റി ഓഫീസർ അവരുടെ അരികിലേക്ക് എത്തി. വെൽക്കം ബോസ്, കുടിക്കാൻ എന്തെടുക്കേണ്ടത്? അയാൾ വിനയപൂർവ്വം ചോദിച്ചു. എക്സ്പെൻസീവ് ഹോട്ട് ഡ്രിങ്ക്സ് എന്തൊക്കെയാ ഉള്ളത്? സാർ, 5 lakhsന്റെ ടെക്കീലയുണ്ട്, 8 lakhsന്റെ വോഡ്കയുണ്ട്, 10 lakhsന്റെ വിസ്കി, പിന്നെ 11 lakhsന്റെ ജിൻ. ഇതൊക്കെയാണ് സാർ എക്സ്പെൻസീവ് ആയിട്ട് ഇപ്പോൾ ഉള്ളത്. ഏതാ എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ? സെക്യൂരിറ്റി ഓഫീസർ ചോദിച്ചു. വില കേട്ട അഭിനവ് അമ്പരന്ന് നിൽക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഗസ്റ്റാണ് ഇവര്, സോ ടോപ്പ് ബ്രാൻഡ് തന്നെ വേണം. പിന്നെ ഇന്ന് ഹോട്ടലിൽ എന്തൊക്കെയാണോ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതെല്ലാം എത്തിക്കാൻ വിക്രം പറഞ്ഞു. ഓക്കെ സാർ. സെക്യൂരിറ്റി ഓഫീസർ വിക്രമിനെ ബഹുമാനപൂർവ്വം വണങ്ങിക്കൊണ്ട് പറഞ്ഞു. ഈ സമയത്താണ് ബൽറാം വിക്രമിന്റെ അരികിലേക്ക് എത്തിയത്. എന്താടോ മദ്യത്തിന് വിലയൊക്കെ നോക്കി തുടങ്ങിയോ? ബൽറാം കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. ആ, തൽക്കാലം അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല. ഇന്നെന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഇന്ന് വന്നിരിക്കുന്ന 2 അതിഥികളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ വില കൂടിയ സാധനം തന്നെ വാങ്ങാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓ, അതായിരുന്നോ? ബൽറാം ചിരിച്ചു. ഇതെല്ലാം കേട്ടു നിൽക്കുന്ന അഭിനവിന്റെ ചുണ്ടിലും ചിരി വിടർന്നു. വിക്രം അഭിനവിനെ നോക്കി. അവനൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. മോനെ, ഇവിടെ നിനക്ക് നിന്റെ ഐഡന്റിറ്റി മറക്കേണ്ട ആവശ്യമില്ല. വാ, നമുക്ക് അങ്ങോട്ടിരിക്കാം. വിക്രം അഭിനവിനെ ക്ഷണിച്ചു. ആ മുറിയിൽ വളരെ മനോഹരമായ ഡെക്കറേഷനുകൾ ഉണ്ടായിരുന്നു. അവയെല്ലാം കൗതുകത്തോടെ നോക്കിക്കൊണ്ട് അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. അവന്റെ കണ്ണുകൾ ബൽറാമിലേക്ക് നീണ്ടു. അഭിനവ് ബൽറാമിനെ തന്നെ നോക്കിയിരിക്കുന്നത് വിക്രം ശ്രദ്ധിച്ചു. ബൽറാം, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയാ വിളിപ്പിച്ചത്. അത് കേട്ടാ നീ ഞെട്ടും. ഇതാരാണെന്ന് നിനക്കറിയോ? നമ്മുടെ ടൈഗർ, അതായത് നമ്മുടെ സഞ്ജയുടെ മകൻ ടൈഗറിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. സസന്തോഷം വിക്രം പറഞ്ഞു. അപ്പോഴേക്കും ഹോട്ടലിലെ 2 സ്റ്റാഫുകൾ അവിടേക്ക് വന്നു. അതോടെ പറഞ്ഞുകൊണ്ടിരുന്ന വിക്രം പകുതിയിൽ നിർത്തി. നേരത്തെ വിക്രം ഓർഡർ ചെയ്ത വില കൂടിയ മദ്യക്കുപ്പികൾ അവരുടെ മേശപ്പുറത്ത് വെച്ചു. ഇനി എന്തെങ്കിലും വേണോ സാർ? അതിലൊരാൾ വളരെ ബഹുമാനത്തോടെ വിക്രമിനോട് ചോദിച്ചു. നോ, യു മേ ഗോ, വിക്രം അവരോട് പറഞ്ഞു. അവര് 2 പേരും അവിടെ നിന്ന് പുറത്തേക്ക് പോയി. അപ്പോഴേക്കും ബൽറാം അതിലൊരു മദ്യക്കുപ്പി തുറന്ന് തന്റെ ഗ്ലാസ്സിലേക്ക് മദ്യം പകർന്നു. അയാളുടെ മുഖം അസ്വസ്ഥമായിരുന്നു. ഗ്ലാസ്സിലുള്ള മദ്യം ബൽറാം ചുണ്ടോട് ചേർത്തു. എന്താ വിക്രം നീ പറയുന്നത്? ഇവനാണോ ടൈഗർ? ബൽറാം പതിയെ ചോദിച്ചു. അയാൾ അഭിനവിന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. യെസ് ബൽറാം, ടൈഗർ നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരെയും പരിചയപ്പെടണമെന്നാണ് ആഗ്രഹം. അതിനുശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ടൈഗർ ഏറ്റെടുക്കും. വിക്രം സന്തോഷത്തോടെ പറഞ്ഞു. സോറി വിക്രം, എനിക്ക് നീ പറയുന്നതെല്ലാം കേട്ടിട്ട് ചിരി വരുന്നു. ഇവൻ ടൈഗറോ? നിനക്കെങ്ങനെ അത് മനസ്സിലായി? പിന്നെ ഇതെല്ലാം നീ തന്നെയല്ലേ പറയുന്നത്? അവനെന്താ ഊമയാണോ? ബൽറാം കളിയാക്കുന്നത് പോലെ പറഞ്ഞു. എടാ, നീ അവനെപ്പറ്റി ഇങ്ങനൊന്നും സംസാരിക്കരുത്, എനിക്കതിഷ്ടമല്ല, വിക്രം പറഞ്ഞു. അത് കേട്ടതും അഭിനവ് ചിരിച്ചുകൊണ്ട് ബൽറാമിനെ നോക്കി. എനിക്ക് നിങ്ങളുടെ ധൈര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വലിയ ബിസിനസ്മാനൊക്കെ ആയിരിക്കാം, പക്ഷെ ആരുടെ മുന്നിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ മറക്കരുത്. എനിക്ക് അവകാശപ്പെട്ടത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ, അഭിനവ് തലയുയർത്തി പിടിച്ചു പറഞ്ഞു. അത് കേട്ട് വിക്രം അഭിമാനത്തോടെ അവനെ നോക്കി. ബൽറാം തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. ഓക്കെ, സമ്മതിച്ചു. അപ്പൊ എവിടെയായിരുന്നു നീ ഇത്രയും നാൾ? ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഞാനാണ് ബോസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഞാനിതൊക്കെ വിശ്വസിക്കുക? ബൽറാം ചോദിച്ചു. ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ പിന്നെ സംസാരിക്കാം. ആദ്യം ഞാനാണ് ടൈഗർ എന്ന് തെളിയിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ, അഭിനവ് ചോദിച്ചു. അവന്റെ സംസാരം കേട്ട് വിക്രമിന് ഒരുപാട് സന്തോഷമായി. ബൽറാം അപ്പോഴും അഭിനവിനെ സംശയത്തോടെ നോക്കുകയായിരുന്നു. MK ഗ്രൂപ്പിൽ ബൽറാമിന്റെ സ്ഥാനം അത്ര ചെറുതല്ല. ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ബൽറാമിന്റെ ഇടപെടൽ ഉണ്ടാകും. തന്റെ മകനാവാൻ പോലും പ്രായമില്ലാത്ത ഒരുത്തൻ തന്നെ ഭരിക്കുന്നത് ബൽറാമിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ലായിരുന്നു. എന്നോട് കൊമ്പ് കോർക്കാൻ നീ തയ്യാറാണോ? ഒരു റൗണ്ട് നീ എന്നോട് മുട്ടി നിൽക്കുകയാണെങ്കിൽ നീ ടൈഗറാണെന്ന് ഞാൻ അംഗീകരിക്കാം. എന്നാൽ അതിന് പറ്റില്ലെങ്കിൽ വിക്രമന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിയിട്ട് ഇവിടുന്ന് സ്ഥലം വിട്ടോണം. അല്ലാതെ വിക്രം കണ്ണടച്ച് വിശ്വസിച്ച പോലെ ഞാൻ വിശ്വസിക്കില്ല, ബൽറാം ഗൗരവത്തോടെ പറഞ്ഞു. അത് കേട്ടതും വിക്രം അതിനെ എതിർക്കാൻ തുടങ്ങി. ബൽറാം, വേണ്ട, ഇത് ശരിയല്ല. നമ്മുടെ കുട്ടിയെ നമ്മൾ തന്നെ അവിശ്വസിക്കരുത്, വിക്രം പറഞ്ഞു. എന്നാൽ ബൽറാം അതൊന്നും ശ്രദ്ധിച്ചില്ല. അയാൾ അഭിനവന്റെ മറുപടിക്കായി അവന്റെ കണ്ണുകളിൽ സൂക്ഷ്മമായി നോക്കി. അഭിനവ് മേശപ്പുറത്തൊരു ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരുന്ന മദ്യമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ശേഷം ഗ്ലാസ് ടേബിളിലേക്ക് ശക്തിയായി വെച്ചു. അത് കണ്ടപ്പോൾ ബൽറാം ഒരു നിമിഷം സഞ്ജയെ ഓർത്തു. കാലിന്മേൽ കാലെടുത്ത് വെച്ച് അഭിനവ് പറഞ്ഞു. സമയവും സ്ഥലമൊക്കെ പറഞ്ഞു, ഞാൻ റെഡി, ഇന്ന്, ഇപ്പോ, ഇവിടെ. ബൽറാം ആവേശത്തോടെ അതും പറഞ്ഞ് എഴുന്നേറ്റു. അത് കണ്ട് വിക്രം ഞെട്ടി. ബൽറാമിനെ പോലെ ഒരാൾ വെറുമൊരു പയ്യനായ അബി എങ്ങനെ നേരിടുമെന്ന് ഓർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ഭയം തോന്നി. അഭിനവിനെ അനാവശ്യമായ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി ചാടിക്കാൻ വിക്രം ആഗ്രഹിച്ചിരുന്നില്ല. അങ്കിൾ, ഇതിന് തടസ്സം നിൽക്കരുത്. ഇന്ന് ബൽറാമിനുണ്ടായ സംശയം നാളെ വേറെ ആർക്കെങ്കിലും ഉണ്ടാവാം. തുടക്കത്തിൽ തന്നെ ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അഭിനവ് ബൽറാമിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു.
സഞ്ജയുടെ അതേ ഗൗരവമാണ് ബൽറാം അപ്പോൾ അവനിൽ കണ്ടത്. വളരെ ചെറുപ്പം മുതൽ തന്നെ സഞ്ജയ് മകനെ കിക്ക് ബോക്സിംഗ് പരിശീലിപ്പിച്ചിരുന്നു എന്ന് ബൽറാമിനറിയാം. സഞ്ജയുടെ മകനാണെങ്കിൽ അവൻ ഉറപ്പായും പരിശീലനം തുടരും. 5 വയസ്സുകൊണ്ട് കിക്ക് ബോക്സിംഗിന്റെ ബാലപാഠങ്ങൾ യഥാർത്ഥ ടൈഗർ പഠിച്ചിട്ടുണ്ട്. പോരാടി തുടങ്ങുമ്പോൾ തന്നെ അത് ടൈഗർ ആണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ടാണ് അവനുമായി അങ്ങനെ ഒരു മത്സരം നടത്താമെന്ന് ബൽറാം തീരുമാനിച്ചത്. എന്നാൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ബൽറാമുമായി പിടിച്ചു നിൽക്കാൻ അബിക്ക് കഴിയില്ല എന്നാണ് വിക്രം കരുതിയത്. എന്നിട്ടും എന്തിനാണ് അവൻ ഇതിന് സമ്മതിച്ചതെന്ന് വിക്രമിന് മനസ്സിലായില്ല. പിന്നീട് ഇനി എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിക്രമൻ തീരുമാനിച്ചു. വൈകാതെ ബൽറാമും അബിയും വിക്രമും ഒരു പ്രൈവറ്റ് അരീനയിലെത്തി. അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ബൽറാം വല്ലാത്ത ആവേശത്തോടെ തന്റെ കോട്ട് അഴിച്ചു മാറ്റി ഒരു വശത്തേക്ക് എറിഞ്ഞു. ശേഷം ഷർട്ടിന്റെ സ്ലീവ് മടക്കി ഉയർത്തിവെച്ച് വില കൂടിയ വാച്ച് കയ്യിൽ നിന്ന് അഴിച്ചു മാറ്റി. ഇതെല്ലാം ചെയ്യുമ്പോഴും ബൽറാമിന്റെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു. അഭിനവും തയ്യാറാവുകയായിരുന്നു. അവൻ തന്റെ സ്ലീവ് മടക്കി വെച്ചു. ബൽറാം അഭിനവിന്റെ അരികിലേക്ക് നടന്നു വന്നു. രക്ഷപ്പെടാൻ ഒരു ചാൻസ് കൂടി തരാം, നന്നായി ആലോചിച്ചിട്ട് വന്നാ മതി. കിക്ക് ബോക്സിംഗിൽ ഞാൻ ഇതുവരെ തോറ്റിട്ടില്ല, ചത്തുപോകും നീ, ബൽറാം പറഞ്ഞു. ഇത് കേട്ടതും ടൈഗർ ചിരിച്ചു. തോൽക്കാത്തത് നിങ്ങൾ ഇതുവരെ എന്നോട് മുട്ടാത്തത് കൊണ്ടാണ് ബൽറാം. ഞാൻ ടൈഗർ, സഞ്ജയുടെ മകനാണ്. അഭിനവ് അതേ ഭാഷയിൽ മറുപടി പറഞ്ഞു. അത് കേട്ട് ബൽറാം അഹങ്കാരത്തോടെ ചിരിച്ചു. അതിനുശേഷം വിക്രമിന്റെ നേരെ തിരിഞ്ഞു. വിക്രം, നീ ആർക്ക് വേണ്ടി വെറ്റുവെക്കും? എനിക്കോ അതോ ഇവനോ? എന്റെ ടൈഗർ ഉള്ളപ്പോൾ ഞാൻ എന്തിനാ വേറൊരാൾക്ക് വേണ്ടി വെറ്റുവെക്കുന്നേ? വിക്രം ചോദിച്ചു. അത് കേട്ടതും ബൽറാമിന് ആവേശം കൂടി. നീ ഇതിന് പശ്ചാത്തപിക്കും വിക്രം. എന്റെ മുന്നിൽ നിന്ന് നീ നാണം കെടും. പിന്നെ കർച്ചീഫ് കൊണ്ട് മുഖം മറച്ചു പോകേണ്ടി വരും. അയാളെ കളിയാക്കിക്കൊണ്ട് ബൽറാം റിങ്ങിലേക്ക് പ്രവേശിച്ചു. അഭിനവും കയറുകൾക്കിടയിലൂടെ റിങ്ങിനുള്ളിൽ കയറി. അഭിനവ് ബൽറാമിനെ നോക്കി. നല്ല ഉയരവും അതിനൊത്ത തടിയുമുള്ള ആരോഗ്യവാനായ അയാളെ ശക്തി കൊണ്ട് അത്ര എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. അഭിനവ് അതിനാൽ മനസ്സിൽ ചിലത് കണക്കുകൂട്ടി. വൈകാതെ ഇരുവരും തമ്മിൽ പോരാട്ടം ആരംഭിച്ചു. ബൽറാം അലറി വിളിച്ചുകൊണ്ട് അഭിനവിന്റെ നേരെ ഓടി. അയാൾ മുഷ്ടി ചുരുട്ടി അവനെ ഇടിച്ചു. ആദ്യത്തെ ആക്രമണമായതുകൊണ്ട് അഭിനവ് ഒന്ന് സ്തംഭിച്ചുപോയി. അഭിനവിന് ബൽറാമിനെ കണ്ടപ്പോൾ കലി കയറിയ ആനെ പോലെ തോന്നി. ബൽറാം വീണ്ടും അഭിനവിന്റെ മുഖം ലക്ഷ്യമാക്കി ഇടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അയാളുടെ മുഷ്ടി അഭിനവിന്റെ മൂക്ക് തകർക്കുന്നതിന് മുൻപ് തന്നെ അവൻ ഒഴിഞ്ഞു മാറി. ബൽറാമിന്റെ മുഖത്ത് അപ്പോഴും ഒരു ചിരി ഉണ്ടായിരുന്നു. അഭിനവിന്റെ മുഖത്ത് ഗൗരവവും. അനാഥാലയത്തിലായിരുന്ന സമയത്ത് അവിടുത്തെ സീനിയർ കുട്ടികൾ കൊച്ചുകുട്ടികളുടെ കയ്യിലെ വസ്തുക്കൾ പിടിച്ചു വാങ്ങുമായിരുന്നു. ചെറിയ കുട്ടികളെല്ലാം സഹിക്കാറാണ് പതിവ്. ഒരിക്കൽ അഭിനവും അങ്ങനൊരു പ്രശ്നം നേരിട്ടു. അന്ന് ആ വലിയ കുട്ടി അബിയുടെ കവിളിൽ ആഞ്ഞടിച്ചു. അടിയേറ്റ് കുഞ്ഞബി നിലത്ത് വീണു. താടാ നിന്റെ മോതിരം, നിനക്കെന്തിനാ അത്? അവനെ ആക്രമിച്ച കുട്ടി അലറി. കവിൾ പൊത്തിപ്പിടിച്ച് നിശബ്ദമായി അബി കരഞ്ഞു. ആ വലിയ കുട്ടി അവന്റെ കയ്യിൽ നിന്നും ആ മോതിരം പിടിച്ചു വാങ്ങാൻ തുടങ്ങി. അബി കണ്ണുകൾ ഇറുക്കി അടച്ചു. അച്ഛന്റെ ശബ്ദം അപ്പോൾ ആ കുഞ്ഞബിയുടെ കാതുകളിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ എനിമീസ് നമ്മളെക്കാൾ പവർഫുൾ ആയിരിക്കും, പക്ഷെ സ്പീഡ് കൊണ്ട് നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അവരുടെ വീക്ക് പോയിന്റ് നോക്കി തന്നെ കൊടുക്കണം. ഒറ്റ കിക്കിൽ ആള് നോക്കൌട്ട്. തിരിച്ചടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ അഭിനവിന് കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല. അടുത്ത നിമിഷം അവന്റെ ചുരുട്ടിയ കൈ സീനിയർ പയ്യന്റെ താടി തകർത്തു. അവൻ ബോധരഹിതനായി വീണുപോയി. അതുപോലെയൊന്ന് ബൽറാമിനും കിട്ടി. അപ്രതീക്ഷിതമായ നീക്കമായതുകൊണ്ട് ബൽറാം പതറിപ്പോയി. കണ്ണുകൾ തെളിഞ്ഞു വന്നപ്പോൾ അയാൾ അബിയെ അവിശ്വസനീയമായി ഒന്ന് നോക്കി. ബൽറാം വീണ്ടും ആക്രമിക്കാനെടുത്തു. എന്നാൽ അബി ബൽറാമിന്റെ നെഞ്ചിൽ ചവിട്ടി. അയാൾ ബാലൻസ് തെറ്റി റിങ്ങിൽ മലർന്നു വീണു. അനാഥാലയത്തിലെ അന്നത്തെ സംഭവത്തോടെ കുഞ്ഞബി കുട്ടികളുടെ ഇടയിലെ സ്റ്റാറായി. പക്ഷെ ആ സ്ഥാപനത്തിന്റെ മേലധികാരി അവനെ ശിക്ഷിച്ചു. അവന്റെ മേൽ നിയന്ത്രണങ്ങൾ വീണു. മുതിർന്നവരെല്ലാവരും അവനെ ശകാരിക്കാൻ തുടങ്ങി, ഒരാളൊഴികെ. ദൂരെ ഒരിടത്ത് മാറിയിരുന്ന് കരയുന്ന അബിയുടെ അരികിലേക്ക് അയാൾ എത്തി. മോനെ ആരാ കിക്ക് ബോക്സിംഗ് പഠിപ്പിച്ചത്? അയാൾ ചോദിച്ചു. അച്ഛൻ, വിതിമ്പിക്കൊണ്ട് അവൻ പറഞ്ഞു. അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞത് അയാൾ കണ്ടു. അയാളുടെ മനസ്സും വേദനിച്ചു. മോന് കിക്ക് ബോക്സിംഗ് അത്രയ്ക്ക് ഇഷ്ടമാണോ? അവൻ മൂളി. എന്നാ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞു തരാട്ടോ. അപ്പോഴാണ് അബി മുഖമുയർത്തി അയാളെ നോക്കിയത്. അന്നവന്റെ കണ്ണുകളിൽ തെളിഞ്ഞ അതേ തീ തന്നെയാണ് അബിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒരു കൈകൊണ്ട് അബി ബൽറാമിന്റെ ആക്രമണത്തെ തടയുകയും മറുകൈ കൊണ്ട് തുടരെ ലിവർ പഞ്ചുകൾ കൊടുക്കുകയും ചെയ്തു. അതോടെ ബൽറാം അവശനായി റിങ്ങിലിരുന്നു. ഗെയിമിൽ അബി ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്ന് ബൽറാമിന് മനസ്സിലായി. എങ്കിലും തോൽവി സമ്മതിക്കാൻ അയാൾക്ക് മനസ്സ് വന്നില്ല. ബൽറാം, തോറ്റെന്ന് സമ്മതിച്ചേക്ക്, ഞാൻ ആരോടും പറയില്ല. ഒരു തൂവാലെടുത്തു മറച്ച് നൈസായിട്ട് ഇറങ്ങിക്കോ, വിക്രം പറഞ്ഞു. ബൽറാം ദേഷ്യത്തോടെ എഴുന്നേറ്റു. അയാൾ ഒന്നിനു പുറകെ ഒന്നായി അഭിനവനെ ഇടിക്കാൻ തുടങ്ങി. ചടുലമായ ഫുട് വർക്ക് കൊണ്ട് അബി ഒഴിഞ്ഞു മാറിക്കൊണ്ടേയിരുന്നു. കൈകൾ ചേർത്ത് വെച്ച് അവൻ ബൽറാമിന്റെ പഞ്ചുകൾ തടഞ്ഞു. ബൽറാം തളർന്നു എന്ന് കണ്ടപ്പോൾ അബി തന്റെ വലത് കൈകൊണ്ട് അയാളുടെ മുഖത്തൊരു ഫാൾസ് പഞ്ച് കൊടുത്തു. അതോടെ ബൽറാമിന്റെ ശ്രദ്ധ മാറി. അയാൾ ആ കിക്ക് തടയാനായി കൈ ഉയർത്തി. ആ സമയത്ത് അബി തിരിഞ്ഞു തന്റെ വലത് കാലുകൊണ്ട് അതിശക്തമായൊരു ലിവർ കിക്ക് കൂടി കൊടുത്തു. ബൽറാം ഒരു നിമിഷം മരവിച്ചു നിന്നു.
അതിനുശേഷം താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞു. അയാൾ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി. അഭിനവ് വിക്രമിനെ നോക്കി. ബൽറാം, നോക്ക്, എന്റെ സഞ്ജയുടെ മകനാണെന്ന് അവൻ തെളിയിച്ചിരിക്കുന്നു. വിക്രം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ബൽറാമിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. അഭി റിങ്ങിന്റെ മൂലയിൽ പോയി നിന്നു. ബൽറാം കഷ്ടപ്പെട്ട് വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ്, ഇത് നീ എവിടുന്ന് പഠിച്ചു? കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ തന്നെ എളുപ്പത്തിൽ തോൽപ്പിച്ചവനോട് അത്ഭുതത്തോടെ ബൽറാം ചോദിച്ചു. ടൈഗറിനെ വേട്ടയാടാൻ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ ബൽറാം? അഭിനവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും വിക്രം അവന്റെ അടുത്ത് വന്ന് അഭിനവിനെ കെട്ടിപ്പിടിച്ചു. ഇത് നമ്മുടെ ടൈഗറാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായി കാണുമല്ലോ, അല്ലേ ബൽറാം? വിക്രം ബൽറാമിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ബൽറാമിന്റെ അരയിൽ ഉളുക്ക് വീണിരുന്നു. അതിന്റെ വേദന നന്നായിട്ടുണ്ടെങ്കിലും അത് മറച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് അയാൾ അഭിനവിനോട് സംസാരിച്ചു. വാ, നമുക്കൊന്നുകൂടെ കൂടാം. ഇന്നത്തെ പാർട്ടി എന്റെ വക, ബൽറാം പറഞ്ഞു. അങ്ങനെയല്ല ബൽറാം, ടൈഗർ എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കാൻ വരുമോ എന്ന് ചോദിക്കേ. വിക്രം ബൽറാമിനോട് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ, നമുക്കൊന്ന് കൂടിയാലോ ടൈഗർ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ബൽറാം അഭിനവന്റെ മുന്നിൽ ഒന്ന് കുനിഞ്ഞു. ഇതെല്ലാം കണ്ട് അഭിനവ് പുഞ്ചിരിച്ചുകൊണ്ട് ബൽറാമിന്റെ തോളിൽ കൈയിട്ടു. വൈ നോട്ട്, നമുക്ക് കൂടിക്കളയാം. ഈ സമയത്ത് അഭിനവന്റെ ഫോൺ റിങ് ചെയ്തു. അനന്യ എന്ന് കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു. യെസ് അനന്യ, അവൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്റെ അമ്മ അച്ഛനും വന്നിട്ടുണ്ട്. നടന്നതല്ലേ ഇപ്പൊ അവർക്കറിയാം. നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് എന്റെ മുത്തച്ഛന്റെ വീട്ടിലേക്ക് വാ. അനന്യ കൽപ്പന പോലെ പറഞ്ഞു. കിക്ക് ബോക്സിംഗ് ചാമ്പ്യനെ റിങ്ങിൽ മലർത്തിയടിച്ച് തന്റെ അച്ഛന്റെ മകൻ തന്നെയാണ് താനെന്ന് തെളിയിച്ച ടൈഗറിനോടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അഭിനവ് അനന്യ പറഞ്ഞത് കേട്ട് ഒന്നും ഞെട്ടി. ഇപ്പൊ തന്നെ വരണോ? വേണം, ഞെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നീ തന്നെയല്ലേ ചെയ്തത്. ഇനി വരുന്നതൊക്കെ അനുഭവിക്കേ. അതും പറഞ്ഞ് അനന്യ ഫോൺ കട്ട് ചെയ്തു. അഭിനവ് ഒരു നിമിഷം അവൾ പറഞ്ഞതിനെ കുറിച്ച് ഓർത്തു. അപ്പോഴേക്കും വിക്രം അഭിനവിന്റെ അടുത്തേക്ക് വന്നു. എല്ലാം ഓക്കെ അല്ലേ? വിക്രം ചോദിച്ചു. അതെ അങ്കിൾ, പക്ഷേ സോറി ബൽറാം, എനിക്ക് അത്യാവശ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വീട് വരെ ഒന്ന് പോകണം. അവളുടെ അച്ഛനും അമ്മയും എന്നെ കാണാൻ വന്നിട്ടുണ്ട്. ആഹാ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോ? ഇതെല്ലാം എപ്പോഴാ സംഭവിച്ചത്? ബൽറാം ചോദിച്ചു. അയ്യോ, അതൊക്കെ വലിയ കഥയാണ്, പിന്നീട് എപ്പോഴെങ്കിലും പറയാം, അഭിനവ് മറുപടി പറഞ്ഞു. ബൽറാം തുടർന്നു പറഞ്ഞു. വിക്രം, രോഹനെ വിളിച്ചിവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. അതിപ്പോ വേണ്ട ബൽറാം, രോഹൻ പതുക്കെ അറിഞ്ഞാ മതി. വിക്രം പറഞ്ഞു. ശരി, ഞാൻ ഇറങ്ങട്ടെ. അങ്കിൾ, ഞാൻ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ, എനിക്കൊരു പുതിയ ജോലി. അഭിനവ് പോകാൻ നേരം വിക്രമിനെ ഓർമ്മിപ്പിച്ചു. മറന്നിട്ടില്ല മോനെ, നീ നാളെ ഓഫീസിൽ വാ, ഞാൻ എന്റെ സെക്രട്ടറിയോട് പറഞ്ഞേൽപ്പിച്ചേക്കാം. ഇത് കേട്ട് അഭിനവ് രണ്ടുപേർക്കും കൈകൊടുത്ത് പുറത്തേക്ക് വന്നു. അഭി ക്യാബിൽ കയറാൻ പോകുമ്പോൾ വിക്രം ഓടി അവന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഒരു ചെറിയ ബാഗ് അഭിനവിന് നൽകി. ഇതെന്താ? ഇത് നമ്മൾ ഇന്നലെ കുടിച്ച സെയിം സാധനമാ. നിന്റെ ഭാവി അമ്മായിയപ്പന് ഗിഫ്റ്റായിട്ട് കൊടുത്തോ? ഇത്രയും എക്സ്പെൻസീവായ മദ്യം അവരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്ങനെ അങ്കിളിനോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അഭിനവ് ആത്മാർത്ഥമായി പറഞ്ഞു. നന്ദി ഞാനാണ് പറയേണ്ടത് മോനെ, നീ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നില്ലേ? വിക്രം പറഞ്ഞു. അത് കേട്ട് അഭിനവ് പുഞ്ചിരിച്ചു. യാത്രയിലുടനീളം അഭിനവ് ചിന്തിച്ചത് അനന്യയുടെ അമ്മയും അച്ഛനെയും കുറിച്ചായിരുന്നു. അവർ ഈ അവസ്ഥയിൽ തന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അവന് യാതൊരു രൂപവുമില്ല. എന്ത് വിളിക്കണം, എന്തു പറയണം എന്നൊന്നും അറിയില്ല. ഇന്നാണ് അവർ അവനെ ആദ്യമായി കാണാൻ പോകുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ വണ്ടി അനന്യയുടെ വീടിന് മുന്നിൽ വന്ന് നിന്നു. ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവൻ ആ വീടിനുള്ളിലേക്ക് കയറി. ശർമ്മളയും രാജീവും സോഫയിൽ ഇരിക്കുന്നത് അവൻ കണ്ടു. രണ്ടുപേരും അഭി അകത്തേക്ക് വരുന്നത് നോക്കുകയായിരുന്നു. തനിക്ക് എത്ര നന്നായി പുഞ്ചിരിക്കാൻ കഴിയുമോ അത്രയും നന്നായി അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. നമസ്കാരം അമ്മേ. നമസ്കാരം അച്ഛാ, ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അഭിനവ് ബഹുമാനത്തോടെ അവരെ നോക്കി പറഞ്ഞു. അവൻ കൊണ്ടുവന്ന കുപ്പി അവർ രണ്ടുപേരുടെ നേരെ നീട്ടി. അത് കണ്ട് ശർമ്മളയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. പക്ഷെ രാജീവ് അവനെ നോക്കി പുഞ്ചിരിച്ചു. രാജീവിന്റെ കണ്ണുകൾ അഭിനവ് കൊണ്ടുവന്ന കുപ്പിയിലേക്ക് നീണ്ടു. അയാൾ ഉടനെ തന്നെ എഴുന്നേറ്റ് അഭിനവന്റെ കയ്യിൽ നിന്ന് ആ കുപ്പി വാങ്ങി. അൺബിലീവബിൾ, ഇത് വളരെ വിലയേറിയ മദ്യമാണല്ലോ. മൈ ഗോഡ്, എന്തൊരു സുഗന്ധമാണ്, നീ ഒന്ന് നോക്കിക്കേ, രാജീവ് പറഞ്ഞു. അയാൾ കുപ്പി ശർമ്മിളയുടെ നേരെ നീട്ടി. ശർമ്മിള പെട്ടെന്ന് അത് തള്ളിമാറ്റി. കുപ്പി കണ്ടപ്പോ എല്ലാം മറക്കുന്ന ഒരു മനുഷ്യൻ. നമ്മളെ ആദ്യമായിട്ട് കാണാൻ വരുമ്പോ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് കണ്ടില്ലേ, ഇതാണ് ഇവന്റെ മര്യാദ. ശർമ്മിള, ഇതൊരു സാധാരണ മദ്യമല്ല, നിനക്കറിയാഞ്ഞിട്ടാ. ഇതൊക്കെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് തന്നെ വലിയ കാര്യമാ. രാജീവ് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇവൻ ഇതൊക്കെ വാങ്ങിക്കാനുള്ള കഴിവുണ്ടോന്ന് നിങ്ങൾ ആലോചിച്ചോ? എവിടെന്നെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെങ്കിലോ? ശർമ്മിള കയർത്തു. അഭിനവൻ അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനായില്ല. കാരണം താൻ ടൈഗർ ആണെന്ന് ആരും അറിയാൻ പാടില്ല. അപ്പോഴേക്കും ശർമ്മിള എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് വന്നു. എന്താ നിന്റെ ഉദ്ദേശം? ഈ മദ്യക്കുപ്പ് നീ എന്തിനാ കൊണ്ടുവന്നത്? എന്റെ മകളുടെ ജീവിതം തകർത്തതും പോരാഞ്ഞിട്ട് ഞങ്ങളെ കൂടി കുടിപ്പിച്ച് കിടത്താനാണോ നിന്റെ ഉദ്ദേശം? ശർമ്മിള ദേഷ്യത്തോടെ ചോദിച്ചു.
ശർമിള പറഞ്ഞത് അഭിനവന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് അവൻ ചിന്തിച്ചു, സ്വന്തം മകളെയാണ് കാണരുതാത്ത സാഹചര്യത്തിൽ കാണേണ്ടി വന്നത്. ഏതൊരു രക്ഷിതാവും ഇങ്ങനെ തന്നെയായിരിക്കും പ്രതികരിക്കുക. അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല, അഭിനവ് പറഞ്ഞു. അപ്പൊ എന്റെ മകളോടൊപ്പം ആ മുറിയിലുണ്ടായിരുന്നത് നിന്റെ പ്രേതമാണോ? നിന്റെ ഈ നാടകമൊക്കെ ഈ സ്വത്ത് തട്ടിയെടുക്കാനാണെന്ന് എനിക്കറിയാം. അല്ലെങ്കിൽ തെരുവിൽ തെണ്ടി നടക്കേണ്ട നീ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. ശർമിളയുടെ വാക്കുകൾ അഭിനവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എന്തു പറഞ്ഞാലും ഇപ്പോൾ അനന്യയുടെ അമ്മ വിശ്വസിക്കില്ല എന്ന് അഭിനവന് തോന്നി. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ നിന്നു. നിനക്കെന്താ വായി നാക്കില്ലേ പന്ന? അവർ ദേഷ്യത്തോടെ അഭിനവന്റെ കോളറിൽ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ രാജീവ് ഇടപെട്ടു. ശർമിള, പരസ്പരം ചെളിവാരി എറിഞ്ഞിട്ട് എന്താ പ്രയോജനം? നീ ഇവിടെ വന്നിരിക്കേ, രാജീവ് പറഞ്ഞു. ശർമിള അപ്പോഴും ദേഷ്യത്തോടെ അഭിനവനെ നോക്കുകയായിരുന്നു. അഭിനവ് ഇരിക്കൂ, നമുക്ക് സംസാരിക്കാം, രാജീവ് പറഞ്ഞു. അത് കേട്ടതും അഭിനവ് അവരുടെ അരികിൽ ചെന്നിരുന്നു. കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അനന്യയ്ക്കും തനിക്കും ഒന്നും അറിയില്ല. ഇതൊരു ട്രാപ്പായിരുന്നു എന്ന് എനിക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ചിലപ്പോ ഇങ്ങനെയൊക്കെ നടക്കണമെന്നായിരിക്കും ദൈവനിശ്ചയം. എല്ലാവരും അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കട്ടെ, രാജീവ് പറഞ്ഞു. അത് കേട്ട് അഭിനവ് തലയാട്ടി. അനന്യ തന്റെ കൂടെ റൂം ഷെയർ ചെയ്തു എന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. താൻ നാളെ അവളെ ഏറ്റെടുത്തില്ലെങ്കിൽ ആളുകൾ പല കഥകളും ഉണ്ടാക്കി പറയും. അനന്യയുടെ പേര് കളങ്കപ്പെടുത്താൻ അവൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് ഈ വിവാഹം നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് അഭിനവും തീരുമാനിച്ചു. ആട്ടെ, നീ എന്ത് ജോലിയാ ചെയ്യുന്നേ? അയാൾ ചോദിച്ചു. ഞാനൊരു ഡെലിവറി ബോയ് ആയിരുന്നു, പക്ഷെ ഇന്ന് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അഭിനവ് സത്യം പറഞ്ഞു. അഭിനവ് പറഞ്ഞ വാക്കുകൾ ഒരു ബോംബ് പോലെ അവർ രണ്ടുപേരിലും പതിച്ചു. ശർമിള എന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ രാജീവ് പറഞ്ഞു, കുഴപ്പമില്ല, പക്ഷെ നീ പെട്ടെന്നൊരു പുതിയ ജോലി കണ്ടുപിടിക്കണം. ജോലിയില്ലാതെ എന്റെ മകളെ നിയമപരമായി വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിൽ വേറെയും പ്രശ്നങ്ങളുണ്ട്. അഭിനവ് അത് സമ്മതിച്ചുകൊണ്ട് തലയാട്ടി. എന്നാ പിന്നെ അഭിനവ് പോയിക്കോളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് പിന്നീട് സംസാരിക്കാം, രാജീവ് ശാന്തമായി പറഞ്ഞു. അഭിനവ് എഴുന്നേറ്റ് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അപ്പോഴേക്കും ശർമിളയുടെ ഉള്ളിൽ ദേഷ്യം വീണ്ടും തിളച്ചു മറിഞ്ഞു. അവർ അഭിനവ് പോകുന്നത് കത്തുന്ന കണ്ണുകളോടെ നോക്കി. പോക്കറ്റിൽ 10 രൂപയില്ല, പക്ഷെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. അവൻ പറഞ്ഞത് കേട്ടില്ലേ, ഒരു ഡെലിവറി ബോയ് ആയിരുന്നത്രേ. എന്നാൽ ആ ജോലി പോലും ഇപ്പൊ ഇല്ല. ഇനി പുതിയത് കണ്ടുപിടിച്ചിട്ട് വേണം ജീവിക്കാൻ. ഇതുപോലൊരുത്തിന് ആരെങ്കിലും ജോലിക്ക് വെക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശർമിള രാജീവിനോട് ചോദിച്ചു. ഇത് കേട്ട് അഭി തിരിഞ്ഞു നോക്കി. വെക്കും, എന്തായാലും നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ എനിക്കൊരു നല്ല ജോലി ഉണ്ടായിരിക്കും, അഭിനവ് ശർമിളയെ നോക്കി പറഞ്ഞു. ഉണ്ടാവും, കളക്ടർ ഉദ്യോഗം തന്നെ നിനക്ക് കിട്ടും, ശർമിള കളിയാക്കി. ഇത് കേട്ടതും രാജീവ് എഴുന്നേറ്റ് അഭിനവന്റെ അരികിലേക്ക് ചെന്നു. എനിക്ക് നിന്റെ കോൺഫിഡൻസ് ഇഷ്ടമായി. ആത്മവിശ്വാസം കൊണ്ട് എന്തും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യാതൊരു ബുദ്ധിമുട്ടും അറിയിക്കാതാണ് ഞാൻ എന്റെ മോളെ വളർത്തിയത്. നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോഴും അവളെ ആ രീതിയിൽ നോക്കാൻ നീ പ്രാപ്തനായിരിക്കണം. വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, രാജീവ് പറഞ്ഞു. ഇത് കേട്ട് അഭിനവന്റെ മുഖത്ത് വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ശർമിളയും രാജീവും അവിടെ നിന്ന് അകത്തേക്ക് പോയി. നേരം ഒരുപാട് വൈകിയിരുന്നു. ഈ സമയത്ത് തനിക്ക് വീട്ടിലേക്ക് പോകാൻ യാതൊരു വാഹനവും കിട്ടില്ല എന്ന് അഭിനവന് അറിയാമായിരുന്നു. അതിനാൽ അനന്യയോട് സംസാരിച്ചിട്ട് അന്ന് അവിടെ കഴിയാമെന്ന് അവൻ തീരുമാനിച്ചു. അങ്ങനെ അഭിനവ് ആ വലിയ വീട്ടിൽ അനന്യയുടെ റൂം തിരഞ്ഞ് കണ്ടുപിടിച്ചു. എന്നിട്ട് അവൻ വാതിലിൽ മുട്ടി. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം അനന്യ വാതിൽ തുറന്നു. ഡാർലിംഗ്, നേരെ ഒരുപാട് വൈകി, ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഇന്നൊരു രാത്രി ഞാൻ നിന്റെ കൂടെ റൂമിൽ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ, കളിയായി പറഞ്ഞുകൊണ്ട് അഭി അകത്തേക്ക് കയറാൻ ശ്രമിച്ചു. അനന്യ അവന്റെ മുന്നിൽ വാതിലടച്ചു. പക്ഷെ അഭിനവ് തന്റെ കാല് വെച്ച് വാതിലടയുന്നത് തടഞ്ഞു. അനന്യ വീണ്ടും വാതിൽ തുറന്നു. എന്താ? ദേഷ്യത്തോടെ അവൾ ചോദിച്ചു. കിടക്കാൻ കുറച്ച് സ്ഥലം താടൂ, അഭിനവ് പറഞ്ഞു. അതിന് എന്റെ മുറിയിലേക്കാണോ തള്ളി വരേണ്ടത്? എന്റെ ജീവിതം ഇങ്ങനെ ആയത് താൻ ഒരാള് കാരണോ? ഇനിയും മതിയായില്ല തനിക്ക്? മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ തന്റെ കാല് 2 കഷ്ണമാക്കും ഞാൻ, അവൾ വാതിലടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അഭിനവ് തന്റെ കാൽ മാറ്റി. ഉടനെ വലിയ ശബ്ദത്തോടെ ആ വാതിലടഞ്ഞു. ഇവിടുത്തെ ജോലിക്കാർക്ക് കിടക്കാൻ പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, വേണമെങ്കിൽ അവിടെ പോയി കിടന്നു, അനന്യ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. അത് കേട്ട് അഭിനവിന് സങ്കടം തോന്നി. ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ആ ഡോർ ഹാൻഡിലിൽ പിടിച്ചു. അകത്ത് വാതിലിനിടയിലെ വിടവിലൂടെ അപ്പോഴും അഭിനവിന്റെ നിഴൽ കണ്ട് ഭയന്ന് നിൽക്കുകയായിരുന്നു അനന്യ. ഇത്രയുമായിട്ട് അവൻ പോകാത്തത് എന്താണെന്ന് അവൾ ചിന്തിച്ചു. മേശപ്പുറത്തിരിക്കുന്ന കത്രിക എടുത്ത് അവൾ എന്തിനും തയ്യാറായി നിന്നു. അവൻ അപ്പോഴും അനന്യയുടെ മുറിയുടെ പുറത്ത് നിൽക്കുകയായിരുന്നു. ബാക്കി മുറികളിലൊന്നും തനിക്ക് സ്ഥലം കിട്ടില്ലെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അഭിനവ് ആ വീട്ടിലെ ജോലിക്കാർ ഉറങ്ങുന്നിടത്തേക്ക് പോയി. അവിടെ ഭാഗ്യവശാൽ ഒരു കട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്നത് അവൻ കണ്ടു. പകല് മുഴുവൻ അധ്വാനിച്ച് ക്ഷീണത്തോടെ വന്ന് കിടന്നുറങ്ങുന്ന ജോലിക്കാർ അവൻ വന്നതും അവരുടെ കൂടെ കിടന്നതും ഒന്നും ശ്രദ്ധിച്ചില്ല. ഓരോന്ന് ചിന്തിച്ച് അബി ഒന്ന് കണ്ണടച്ചപ്പോഴേക്കും നേരം ഒരുപാട് വൈകിയിരുന്നു. എങ്കിലും രാവിലെ നേരത്തെ തന്നെ അവൻ ഉണർന്നു. വിക്രം പറഞ്ഞതുപോലെ റെഡിയായി അവൻ SR പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലെത്തി. ഓഫീസിനുള്ളിലേക്ക് പ്രവേശിക്കാൻ നോക്കുമ്പോൾ അകത്തു നിന്നും സൗരവ് മേനോൻ ഇറങ്ങുന്നത് അവൻ കണ്ടു.
സൗരവ് അവനെയും കണ്ടിരുന്നു. സൗരവ് കൗശലപൂർവ്വം അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു. സെക്യൂരിറ്റി, നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക? സൗരവ് അങ്ങനെ വിളിച്ചു പറഞ്ഞതും സെക്യൂരിറ്റിക്കാർ അവന്റെ അരികിലേക്ക് ഓടിയെത്തി. ഈ ദരിദ്രാവസ്ഥ അകത്തേക്ക് വിടരുത്. വിക്രം സാറിനെ ശല്യപ്പെടുത്താൻ ഇവൻ വന്നിരിക്കുന്നത്. ഇവനെങ്ങാനും അകത്ത് പോയാൽ നിങ്ങളുടെ ജോലി തെറിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ട ഉടനെ സെക്യൂരിറ്റിക്കാർ അഭിനവന്റെ വഴി തടഞ്ഞു നിന്നു. ഉടൻ സൗരവ് അഭിനവന്റെ അരികിലേക്ക് വന്നു. അഭിനവ്, ഞാൻ ഫ്രീ ആയിട്ട് നിനക്കൊരു ഉപദേശം തരാം. വല്ല കൂലിപ്പണിക്ക് പോയി ജീവിക്കാൻ നോക്ക്. നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ കാർ ഓടിച്ചിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങരുത്. ഇത്രയ്ക്ക് അങ്ങോട്ട് സഹായിക്കാൻ അവര് നിന്റെ സുഹൃത്തുക്കളൊന്നുമല്ലല്ലോ. നിന്റെ അച്ഛൻ വിക്രം സാറിന്റെ വെറും ഒരു ഡ്രൈവർ മാത്രമായിരുന്നില്ലേ? സൗരവന്റെ വാക്കുകൾ കേട്ട് അഭിനവ് ചിരിച്ചു. ഓഫീസിന് മുന്നിൽ വെച്ച് അനാവശ്യമായ ഒരു പ്രശ്നമുണ്ടാക്കാൻ അവൻ ആഗ്രഹിച്ചില്ല. പക്ഷെ സൗരവനൊന്ന് കളിയാക്കണമെന്ന് അവൻ കരുതി. എന്നിട്ട് ഫോൺ കയ്യിലെടുത്ത് വിക്രമിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ട് അബി അവനെ നോക്കി കുനിഞ്ഞ് കൈകൊണ്ട് വാപൊത്തി പിടിച്ച് ഓച്ചാനിച്ച് നിൽക്കുന്ന ആക്ഷൻ കാണിച്ചു. ഓംബ്ര, അടിയനുടനെ പൊയ്ക്കോളാമേ. അവൻ പറഞ്ഞത് കേട്ട് സൗരവ് ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. അപ്പോൾ അബി പറഞ്ഞു, എന്താടാ നിനക്ക് ഡ്രൈവർമാരുടെ ഒരു പുച്ഛം? വിക്രം സാറിന്റെ ജീവൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. അതൊന്നും നിന്നെപ്പോലുള്ള അമൂൽ ബേബിക്ക് മനസ്സിലാവില്ല. വിരലും വായിലിട്ട് പോയി നിന്റെ പണി നോക്കടാ. അപ്പോഴേക്കും കറുത്ത സ്കേർട്ടും വെളുത്ത ഷർട്ടും ധരിച്ച ഒരു പെൺകുട്ടി അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അവൾ വന്ന ഉടനെ അഭിനവനെ ഒന്ന് നോക്കി. ശേഷം സെക്യൂരിറ്റിക്കാരുടെ അടുത്തേക്ക് ചെന്നു. വിക്രമിന്റെ പേഴ്സണൽ സെക്രട്ടറി ജെന്നിഫർ ആയിരുന്നു അത്. നിങ്ങൾ പോയിക്കോളൂ, ഇയാളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവൾ സെക്യൂരിറ്റിയോട് പറഞ്ഞു. ഇത് കണ്ട് സൗരവിന് തന്റെ ബോധം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി. അന്ന് പാർട്ടിയിലും ഇപ്പോൾ ഇവിടെയും അഭിനവ് സൗരവിനെ ഞെട്ടിച്ചു. ഈ രണ്ടിടത്തും അഭി നാണം കെടുന്നത് കാണാൻ സൗരവ് കാത്തിരുന്നു. എന്നാൽ നിരാശയായിരുന്നു ഫലം. സൗരവ് എന്തോ പറയാൻ വേണ്ടി ശ്രമിച്ചതും വിക്രമിന്റെ സെക്രട്ടറി ജെന്നിഫർ അവനോട് നിശബ്ദനായിരിക്കാൻ ആംഗ്യം കാണിച്ചു. അതോടെ അഭിനവിന്റെ മുന്നിൽ താൻ നാണം കെട്ടതുപോലെ സൗരവിന് തോന്നി. അയാളുടെ മുഖം കണ്ടപ്പോൾ അഭിനവിന് വളരെ സന്തോഷം തോന്നി. സാറ്റിസ്ഫാക്ഷൻ അറ്റ് പീക്ക്, അഭിനവ് ചിന്തിച്ചു. സൗരവിനെ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ജെന്നിഫറോടൊത്ത് അകത്തേക്ക് പോയി. ഞാൻ വരുന്ന കാര്യം വിക്രം നിങ്ങളോട് പറഞ്ഞിരുന്നു? അഭിനവ് ചോദിച്ചു. ഇത് കേട്ട ഉടനെ ജെന്നിഫറിന്റെ നെറ്റി ചുളിഞ്ഞു. ഇവിടെ ജോലിക്ക് വന്ന അഭിനവിനെ പോലെ ഒരാൾ വിക്രം സാറിനെ പേര് വിളിച്ചത് തന്നെ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ മനഃപൂർവ്വം അഭിനവിന് മറുപടി നൽകിയില്ല. ജെന്നിഫർ അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ തന്റെ ക്യാബിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. അഭിനവും അവളുടെ പുറകെ അകത്തേക്ക് കയറി. നിങ്ങൾ എന്റെ ചോദ്യത്തിന് ഉത്തരം തന്നില്ലല്ലോ, ചെവി കേൾക്കുന്നില്ലെന്നുണ്ടോ? അഭിനവ് ചോദിച്ചു. എക്സ്ക്യൂസ് മീ, ജെന്നിഫർ അഭിനവിനോട് പറഞ്ഞു. ശേഷം അവൾ മേശപ്പുറത്ത് എന്തോ പരുതാൻ തുടങ്ങി. അവളുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് അഭിനവിന് മനസ്സിലായി. ജെന്നിഫർ തന്റെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഒരു പേപ്പർ എടുത്ത് അഭിനവിന്റെ നേരെ നീട്ടി. അഭിനവ് ആ പേപ്പർ വാങ്ങി വായിക്കാൻ തുടങ്ങി. ആ പേപ്പറിൽ അഭിനവിന് ചെയ്യാൻ കഴിയുന്ന ജോലികളുടെ പേരുകൾ എഴുതിയിരുന്നു. അഭിനവ് ഏത് ജോലി ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും വിക്രം അവന് നൽകിയിരുന്നു. അഭിനവ് ലിസ്റ്റിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതിൽ ചില ജോലികളുടെ മുകളിൽ നക്ഷത്രചിഹ്നം ഇട്ടിരിക്കുന്നത് കണ്ട് അവൻ ജെന്നിഫറെ നോക്കി. ഇതിലൊക്കെ എന്താ സ്റ്റാർ ഇട്ടിരിക്കുന്നത്? അവൻ ജെന്നിഫറോട് ചോദിച്ചു. ഇതൊക്കെ വേക്കൻസി ഇല്ലാത്ത പോസ്റ്റുകളാണ്. സ്റ്റാർ ഉള്ള എല്ലാ പോസ്റ്റിലും നേരത്തെ തന്നെ എഫിഷ്യന്റ് ആയ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കാം, ജെന്നിഫർ പറഞ്ഞു. അഭിനവ് ആ ലിസ്റ്റ് ഒന്നുകൂടി പരിശോധിച്ചു. നിങ്ങൾക്ക് ചായ വേണോ അതോ കോഫിയോ? ജെന്നിഫർ ചോദിച്ചു. എനിക്ക് രണ്ടും വേണ്ട, എനിക്കിതിൽ പറഞ്ഞിരിക്കുന്ന മാനേജർ പോസ്റ്റ് മതി. അഭിനവ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മിസ്റ്റർ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ പോസ്റ്റിൽ ഒഴിവില്ല. അതിന്റെ നേരെ സ്റ്റാർ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ? ജെന്നിഫർ അക്ഷമയോട് പറഞ്ഞു. അതെനിക്കറിയാം, അഭിനവും ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓൾറെഡി ഫില്ലായ പോസ്റ്റിൽ നിങ്ങൾ എങ്ങനെയാ നിയമിക്കുന്നത്? അതോ ഇനി ആ ജീവനക്കാരെ കമ്പനിയിൽ നിന്ന് പുറത്താക്കണമെന്നാണോ പറയുന്നത്? ജെന്നിഫർ ദേഷ്യത്തോടെ ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നീ വെറുതെ എഴുതാപ്പുറം വായിക്കാം. എന്താ നിന്റെ പേര്? അഭിനവ് ചോദിച്ചു. ജെന്നിഫർ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. അഭിനവിന്റെ ചോദ്യങ്ങൾ അവളെ പ്രകോപിപ്പിച്ചു. നോക്ക് ജെന്നിഫർ, നീ എനിക്ക് ലിസ്റ്റ് കൊണ്ടുവന്ന് തന്നു. ഞാനതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ് തെരഞ്ഞെടുത്തു. ഇതിലെന്താ തെറ്റ്? വിക്രമനോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി, അഭിനവ് പറഞ്ഞു. ഒരുപാട് ആലോചിച്ച് അഭിനവ് എടുത്ത തീരുമാനമായിരുന്നു SR ഗ്രൂപ്പിലെ മാനേജർ സ്ഥാനം ഏറ്റെടുക്കുക എന്നത്. തനിക്ക് അവകാശപ്പെട്ടതാണ് ഈ കമ്പനി. പക്ഷെ രോഹൻ വരുന്നതിന് മുൻപ് അവൻ അത് ഏറ്റെടുക്കാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് അവൻ മാനേജർ സ്ഥാനം ആവശ്യപ്പെട്ടത്. അങ്ങനെയാകുമ്പോൾ അവൻ അനന്യയുടെയും അവളുടെ മാതാപിതാക്കളുടെയും മുന്നിൽ നട്ടെല്ല് നിവർത്തി നിൽക്കാൻ കഴിയും. എന്നാൽ ജെന്നിഫർ അഭിനവിന്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടമായില്ല. എങ്കിലും വിക്രം സാർ പറഞ്ഞതുകൊണ്ട് അവൾ അഭിനവിനോട് മുഖം കറുത്ത് യാതൊന്നും സംസാരിച്ചില്ല. ശരി മിസ്റ്റർ അഭിനവ്, ഇനി എനിക്ക് നിങ്ങളെക്കുറിച്ച് ചില വിവരങ്ങൾ ആവശ്യമാണ്. ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്തോളൂ.
എന്നിട്ട് നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. ജെന്നിഫർ പറഞ്ഞു. അഭിനവ് അവളുടെ കയ്യിൽ നിന്ന് ഫോം വാങ്ങി ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. നാളെ മുതൽ ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല കുറച്ച് വസ്ത്രങ്ങളൂടി വേണം. ഒരു മാനേജറുടെ നിലവാരത്തിലുള്ള വസ്ത്രങ്ങൾക്കൊപ്പം എനിക്ക് എൻ്റെ ഫോണും മാറ്റേണ്ടതുണ്ട്. അബി പോകുന്ന വഴി ഇങ്ങനെ ചിന്തിച്ചു. വിക്രം കൊടുത്ത ചെക്ക് അവന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ആ പണം ഉപയോഗിച്ച് തനിക്ക് ആവശ്യമുള്ള വസ്ത്രവും മൊബൈൽ ഫോണും എല്ലാം വാങ്ങാമെന്ന് അവൻ തീരുമാനിച്ചു. മാത്രമല്ല, അനന്യയുടെ മാതാപിതാക്കളുടെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഒരിക്കലും അവർക്ക് തന്നെ കൊണ്ട് നാണക്കേട് തോന്നരുതെന്ന് അവൻ കരുതി. അഭിനവ് ആ ചെക്കിലെ എമൗണ്ട് തന്റെ അക്കൗണ്ടിലേക്ക് മാറ്റാനായി ബാങ്കിൽ പോയി. ബാങ്കിലെത്തിയതും ആരോ തന്നെ വിളിക്കുന്നത് കേട്ട് അഭിനവ് അവിടേക്ക് നോക്കി. അത് പ്രണവായിരുന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് തന്നെ വന്നതാണോ? സ്ഥലം മാറി വന്നതല്ലോ അല്ലേ? പ്രണവ് അഭിനവിനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. പ്രണവ് ഒരു ബാങ്കറായിരുന്നു. ഒരു വലിയ കോടീശ്വരനൊന്നും അല്ലെങ്കിലും അത്യാവശ്യം സമ്പത്തുള്ള ഒരാളായിരുന്നു പ്രണവ്. കാഴ്ചയിൽ അഭിനവിന്റെ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ നടക്കുന്നത് കൊണ്ട് പ്രണവിനൊരു സ്മാർട്ട് അപ്പിയറൻസ് ഉണ്ടായിരുന്നു. പ്രണവിന് വേണ്ടി അഭിനവ് ഡെലിവറി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അയാൾ അവനെ പരിചയപ്പെട്ടത്. ഹലോ, എനിക്കൊരു ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, പിന്നെ അക്കൗണ്ടിൽ നിന്ന് കുറച്ച് പൈസ എടുക്കണം. അതും പറഞ്ഞുകൊണ്ട് അഭിനവ് കയ്യിലിരിക്കുന്ന ചെക്ക് പ്രണവിന് നേരെ നീട്ടി. ചെക്കൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം, പക്ഷെ കൗണ്ടർ വഴി വലിയ തുക മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. 1000 2000 ഒക്കെ ആണെങ്കിൽ വല്ല ATM വഴി എങ്ങനെ എടുക്ക്. പ്രണവ് അഭിനവിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പറഞ്ഞു. എനിക്ക് കുറച്ച് കൂടുതൽ പണം വേണം. അത്രയും വലിയ തുക ഒറ്റയടിക്ക് എടുത്തു തരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മാനേജറെ ഒന്ന് കാണണം. അഭിനവ് ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ട ഉടനെ പ്രണവ് ഉറക്കെ ചിരിച്ചു. നിന്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടുത്തെ മാനേജർ ഒന്നും കാണേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ശരിയാക്കി തരാം. എവിടെ നിന്റെ ചെക്ക് കാണിക്കേ? അവൻ പ്രണവിനെ തന്റെ ചെക്ക് കാണിച്ചു കൊടുത്തു. പ്രണവ് ചെക്കിലേക്കൊന്ന് നോക്കി. എന്നിട്ട് അഭിനവിന്റെയും മറ്റുള്ളവരുടെയും കൺമുന്നിൽ വെച്ച് തന്നെ അവൻ ആ ചെക്ക് കീറി. എന്നിട്ട് അത് അഭിനവിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. നീ എന്താടാ ചെയ്തത്? ഞാൻ കൊണ്ടുവന്ന ചെക്ക് കീറിക്കളയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അഭിനവ് പ്രണവിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. സെക്യൂരിറ്റിയെ വിളിക്കേ. വ്യാജ ചെക്ക് കൊണ്ടുവന്ന് ബാങ്ക് ജീവനക്കാരെ പറ്റിക്കെന്നാണോ നിന്റെ വിചാരം? ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? ഇവനെ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി പൂട്ടിയിട്, എന്നിട്ട് പോലീസിനെ വിളിക്കേ. പ്രണവ് അലറി. അഭിനവ് തന്റെ കീറിയ ചെക്കിന്റെ കഷ്ണങ്ങളെല്ലാം നിലത്തുനിന്ന് പെറുക്കിയെടുത്തു. അവനത് തന്റെ കൈക്കുമ്പിളിൽ വെച്ച് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി. സെക്യൂരിറ്റിക്കാർ വന്ന് അഭിനവിനെ ചുറ്റിനും വളഞ്ഞു. വിടടാ എന്നെ, അഭിനവ് പറഞ്ഞു. അവൻ ഗാർഡ്സിന്റെ കയ്യിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അവരവനെ വിട്ടില്ല. പ്രണവും ബാങ്കിലുള്ള മറ്റുള്ളവരും ഈ കാഴ്ച കണ്ട് രസിച്ചു. സെക്യൂരിറ്റി ഗാർഡ്സ് അഭിനവിനെയും കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ പുറകിൽ നിന്നൊരാൾ വിളിച്ചു. എന്താ ഇവിടെ ബഹളം? എല്ലാവരും അങ്ങോട്ട് നോക്കി. അത് ബൽറാം ആയിരുന്നു. ബൽറാമിനെ കണ്ടപ്പോൾ അഭിനവിന് ആശ്വാസം തോന്നി. ഇനി തനിക്കെതിരായി ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അവൻ ഉറപ്പായിരുന്നു. പ്രണവ് ബൽറാമിന്റെ അരികിലേക്ക് ചെന്നു. സോറി സാർ, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഒരുത്തൻ വ്യാജ ചെക്കുമായിട്ട് വന്നതായിരുന്നു. അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതിന്റെ ബഹളമാണ്. പ്രണവ് വളരെ താഴ്മയോടെ ബൽറാമിനോട് പറഞ്ഞു. ഇത് കേട്ടതും ബൽറാം പല്ലുകൾ ഞെരിച്ചു. അത് കണ്ടപ്പോ അയാളുടെ ഒരടി കിട്ടിയാൽ താൻ മരിച്ചു പോകുമെന്ന് അറിയാവുന്നത് കൊണ്ട് പ്രണവ് ഒരടി പിന്നിലേക്ക് നീങ്ങി. ബൽറാം ഗാർഡ്സിന്റെ നേരെ തിരിഞ്ഞു. അവനെ വിട്, ബൽറാം അവരോട് അലറിക്കൊണ്ട് പറഞ്ഞു. അതിനുശേഷം അയാൾ മാനേജറുടെ ക്യാബിനിലേക്ക് നടന്നു. കുറച്ച് മുന്നോട്ടെത്തിയതും അയാൾ തിരിഞ്ഞ് അഭിനവിനോടും കൂടെ വരാൻ ആംഗ്യം കാണിച്ചു. അഭിനവ് ഉടനെ ബൽറാമിന്റെ പുറകെ പോയി. പ്രണവും അവരുടെ പിന്നാലെ പോകാൻ തുടങ്ങിയപ്പോൾ ബൽറാം തിരിഞ്ഞ് ദേഷ്യത്തോടെ പ്രണവിനെ നോക്കി. നിന്നെ ഞാൻ വിളിച്ചില്ല. കത്തുന്ന കണ്ണുകളോടെ ബൽറാം പ്രണവിനെ നോക്കി പറഞ്ഞു. പ്രണവ് പരിഭ്രമത്തോടെ അവിടെ തന്നെ നിന്നു. ബൽറാം ഇത്രയും ദേഷ്യത്തിൽ അവനെ നോക്കിയപ്പോൾ പ്രണവിന്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. കസ്റ്റമേഴ്സിനോട് ഇവൻ കാണിച്ച് പോക്കൃത്തരമാണ്. ഒരിക്കലും ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇയാളെക്കുറിച്ചുള്ള കംപ്ലൈന്റ് മാനേജറോട് പറയാനാണ് നമ്മൾ പോകുന്നത്. ബൽറാം പറഞ്ഞത് കേട്ടപ്പോൾ അഭിനവിന് ആശ്വാസമായി. ബൽറാമിന്റെ ദേഷ്യം കണ്ടപ്പോൾ താൻ ആരാണെന്ന സത്യം അയാൾ പറയുമോ എന്ന് അഭി ഭയന്നിരുന്നു. ഇരുവരും ഒരുമിച്ച് മാനേജറുടെ വലിയ ക്യാബിനിലേക്ക് പ്രവേശിച്ചു. മാനേജർ തന്റെ കസേരയിലിരുന്ന് തന്റെ ലാപ്ടോപ്പിൽ ചില വിവരങ്ങൾ ചെക്ക് ചെയ്യായിരുന്നു. ബൽറാം മാനേജറുടെ ശ്രദ്ധ ആകർഷിക്കാൻ വാതിൽ ശക്തിയായി തട്ടി. പെട്ടെന്ന് മാനേജറുടെ കണ്ണുകൾ അവിടേക്കെത്തി. വാതിക്കൽ ബൽറാം നിൽക്കുന്നത് കണ്ടപ്പോൾ മാനേജർ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് ഉടനെ അയാൾ ബൽറാമിന്റെ അരികിലേക്ക് ചെന്നു. ബൽറാം സാർ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. മാനേജർ വിനയത്തോടെ പറഞ്ഞു. നേരിട്ട് വന്നതുകൊണ്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന നാടകം കാണാൻ പറ്റി. എല്ലാം കണ്ടിട്ട് അങ്ങനെ മിണ്ടാതെ പോകാൻ തോന്നിയില്ല. നിങ്ങളോട് അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വന്നത്, ബൽറാം പറഞ്ഞു. കാര്യം അല്പം ഗൗരവമാണെന്ന് മാനേജർക്ക് മനസ്സിലായി. ബാങ്കിന്റെ പ്രീമിയം മെമ്പറാണ് ബൽറാം. അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് യാതൊന്നും ഇവിടെ ചെയ്യാൻ മാനേജറെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മാനേജർ അയാളുടെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിന്നു. നിങ്ങൾക്കറിയാവോ ഇത് ആരാണെന്ന്? ബൽറാം അഭിനവിനെ നേരെ നോക്കിക്കൊണ്ട് മാനേജരോട് ചോദിച്ചു. മാനേജർ അഭിനവിനെ നോക്കി.
അഭിനവിന്റെ മുഖം കണ്ടപ്പോൾ എവിടെയോ കണ്ടുമറന്നൊരു മുഖം പോലെ അയാൾക്ക് തോന്നി. അയാളുടെ കണ്ണുകൾ അവന്റെ ദേഹത്തേക്ക് ഓടി നടന്നു. ഒടുവിൽ അത് അവന്റെ മോതിരത്തിലും പതിഞ്ഞു. മോതിരത്തിലെ ചിഹ്നം കണ്ട ഉടനെ മാനേജറുടെ വായ തുറന്നുപോയി. ഇത് ടൈഗറാണോ? മാനേജർ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചോദിച്ചു. മാനേജർ തന്നെ തിരിച്ചറിഞ്ഞത് കണ്ട് അഭിനവ് അത്ഭുതപ്പെട്ടു. തന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം കണ്ട് തന്നെ തിരിച്ചറിയണമെങ്കിൽ മാഫിയ കിങ് ഗ്രൂപ്പിനെ കുറിച്ച് നന്നായി അറിയുന്ന ഒരാളാണ് മാനേജർ എന്ന് അഭിനവിന് മനസ്സിലായി. ഇദ്ദേഹത്തിന് അച്ഛനെ അറിയാവോ? അവൻ ബൽറാമിനോട് ചോദിച്ചു. യെസ്, നീ ക്യാപ്റ്റനായ മാഫിയ കിങ് എന്ന വലിയ ഗ്രൂപ്പിലെ മാനേജ്മെന്റ് ലെവലിൽ അവസാനമായി ചേർന്ന ആളാണ് ഇദ്ദേഹം, ബൽറാം അഭിനവിനോട് പറഞ്ഞു. അഭിനവിന് താൻ കേട്ട കാര്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പ്രണവ് ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജർ തന്റെ അച്ഛന്റെ കമ്പനിയുടെ ഒരു ആശ്രിതനാണ് എന്നത് അവനെ ഏറെ അത്ഭുതപ്പെടുത്തി. അഭിനവ് എന്തെങ്കിലും പറയുന്നതിന് മുൻപ് മാനേജർ അവന്റെ കാലിൽ വീണു. ടൈഗർ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഓർഡർ തന്നാ മതി. മാനേജർ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇപ്പൊ നിങ്ങളൊന്ന് എഴുന്നേക്ക്. മറ്റാർക്കും ഞാൻ ടൈഗർ ആണെന്നറിയില്ല. വെറുതെ ഇതുപോലെ ഓരോന്ന് ചെയ്ത് ഇനി അതെല്ലാരെയും അറിയിക്കണ്ട, അഭിനവ് പറഞ്ഞു. ഇത് കേട്ട ഉടനെ മാനേജർ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ സീറ്റിൽ വന്നിരുന്നു. ടൈഗർ, നിങ്ങളെ കാണാൻ കഴിഞ്ഞത് തന്നെ എന്റെ ഭാഗ്യമാണ്. മാഫിയ ഗ്രൂപ്പ് നാഥനില്ലാ കളരിയായി തീരുമെന്നാണ് കരുതിയത്. എന്നാലും നിങ്ങൾ തിരിച്ചു വന്നല്ലോ. ഇനി മാഫിയ ഗ്രൂപ്പിന്റെ മുഖച്ഛായ തന്നെ മാറും, മാനേജർ സന്തോഷത്തോടെ പറഞ്ഞു. മാഫിയ കിങ്ങിന്റെ മുഖച്ഛായൊക്കെ നമുക്ക് പിന്നെ മാറ്റാം. ആദ്യം ഇവിടുത്തെ ജോലിക്കാരെ നിലക്ക് നിർത്താൻ നോക്ക്, ബൽറാം മാനേജരോട് പറഞ്ഞു. അഭിനവനോട് പ്രണവിന് നേരത്തെ അപമര്യാദയായി പെരുമാറിയ കാര്യം ബൽറാം മാനേജർക്ക് വിവരിച്ചു കൊടുത്തു. ഇത് കേട്ട ഉടനെ മാനേജർ തന്റെ മുന്നിലുള്ള ഫോൺ എടുത്ത് ആജ്ഞാപിച്ചു. ആ പ്രണവിനെ ഇങ്ങോട്ട് വിളിക്കേ. ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.